അജാബ മാ ദക്കറൂഹു സഹീഹുൻ, അവർ പറഞ്ഞ മറുപടി സഹീഹാണ്. സറഹ ബിഹിൽ അസ്ഹാബു ഫീ ഇദാറത്തി സക്കൻജബീൻ, ഈ തേനും സുർക്കയും ചേർത്തുണ്ടാക്കുന്ന മധുരപലഹാരമാണ് സക്കൻജബീൻ. അത് ഇതുപോലെ ചെയ്യുന്നതിൽ നമ്മുടെ പണ്ഡിതന്മാർ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാം, ഫഇദാ ഉദീറത്തുൽ ഖഹ്വത്തുൽ ഹാദിസത്തുൽ ആദ് കഹൈഅത്ത് ഇദാറത്തുൽ ഖം, കല്ലുടേമാരുടെ മാതിരിയാണ് ചെയ്യുന്നതെങ്കിൽ ഹറമത്ത് ഇദാറത്തുഹാ, അങ്ങനെ ചെയ്യൽ ഹറാമാണ്. വയില്ലാ ഫല, ഇല്ലെങ്കിൽ ഹറാമില്ല. അപ്പൊ കല്ലുടേമാര് കാട്ടുന്ന ആ രൂപത്തിലാണെങ്കിൽ ഹറാമാണ്, ഇല്ലാത്ത രൂപത്തിലാണെങ്കിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഹദിയയായിട്ട് പാല് വന്നപ്പോ സദസ്സിനങ്ങനെ കറക്കിയിട്ട് അവസാന നബിയിലേക്ക് എത്തി. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. കല്ലുടേമാരുടെ ആ ഭാവത്തിലും കല്ലുടേമാരുടെ ആ പദപ്രയോഗങ്ങളിലും കല്ലുടേമാരാണ് ഇവരെന്ന് നമ്മളെ പറ്റി വിലയിരുത്തപ്പെടും. നമ്മള് തലി കെട്ടിക്കൊണ്ട് കുറച്ച് മൂല്യന്മാര് കാവടിച്ചാണ് എന്നാ തുടങ്ങല്ലേ, ചിയേഴ്സ് അങ്ങനെ കുടിച്ചാൻ പറ്റുമോ? ഹറാമാണ്. അതേസമയത്ത് അങ്ങനെയല്ലാതെ നദി കുറച്ച് കുടിച്ച് പിന്നെ വൃത്തിയാക്കി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിലോ ഹറാമില്ലേ എന്ന് ഇബ്നു ഹജർ തങ്ങൾ ഫത്വ കൊടുക്കുക. അതിന് ആ ഫത്വയുടെ അവസാനം പറയാം, വലീസ മുത്ലഖുൽ ഇദാറത്തി ഹറാമൻ ഇത്തിഫാഖ, കേവലം ഇദാറത്ത് ഇങ്ങനെ കറക്കുക എന്നുള്ളത് ഹറാമല്ല എന്നിട്ട് പറയാം. ചോദ്യത്തിലൊരു ചോദ്യം കൂടിയുണ്ട്. കഹുവ, കഹുവ എന്ന ഈ കാവ എന്നുള്ള പ്രയോഗം അത് കള്ളിന്റെ പേരാണ്. കള്ളിനും കാവ എന്ന് പറയാറുണ്ട് അത്രേ. അപ്പൊ കള്ളിന്റെ പേരല്ലേ കാവ, അതുകൊണ്ട് കാവ ഹറാമാണെന്ന് പറഞ്ഞൂടെ? അതിന് മറുപടി, പേരതായതുകൊണ്ട് ഹറാമാന്ന് പറയാൻ പറ്റൂല അല്ലേ. അമ്മാ തസ്മിയതുഹാ ഖഹ്വ, ഈ പാനീയത്തിന് ഖഹ്വ എന്ന് പേരിടുന്നത് ഫഹുവ ലാ യഖ്തദി തഹ്രീമൻ മുത്ലഖ, അതൊരു നിലക്കും ഹറാമാണെന്നുള്ളതിനെ തോന്നുന്നില്ല. ലിഅന്നൽ അസാനിയ ലാ തഖ്തദി തശ്ബീഹ, അല്ലെ ലാ തഖ്തദി തശബ്ബുഹ, തശ്ബീഹ എന്നല്ല തശബ്ബുഹ. കാരണം പേരുകളെ കൊണ്ട് സാദൃശ്യത വരൂല. അപ്പോ നമ്മളെ മേശപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിലവിളക്ക് കൊടുക്കും, അതിന് ആൾക്കാർ പേര് പറയുന്ന നിലവിളക്കുന്നതാണ്. അല്ലെങ്കിൽ മക്കാമുകളിൽ കത്തിക്കപ്പെടുന്ന വിളക്കിന് ആളുകൾ പേര് നിലവിളക്കുന്ന പറയുന്നത്, അതുകൊണ്ട് ഹറാമാകുമോ? അപ്പൊ മുജാഹിദുകൾ ജമാഅത്തുകളൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ, പേര് പിന്നെ നിലവിളക്കുന്നല്ലേ പറയുന്നത്, അപ്പൊ ഹറാമാവേണ്ടതല്ലേ? തെറ്റാണ്. ഹറാമാകുക എന്ന് പറയുന്നത് അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ചില രൂപങ്ങളുണ്ട്. അവരുടെ വണക്കം, കാട്ടിക്കൂട്ടല്, ആക്ഷനുകള്, അവയവങ്ങളുടെ ചലനങ്ങള്, നൃത്തം, ഉച്ചാരണം, ശബ്ദം, ശ്ലോകം, ഈ ഹൈഅത്ത് ഇജ്തിമാഇയ്യ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി സങ്കലിക്കുമ്പോഴാണ് അവിടെ അത് ആ മുസ്ലിമീങ്ങളുടെ ആചാരവും ആരാധനയുമായി മാറുന്നത്. ആ വേദികളാണ് നമ്മുടെ ഉദ്ഘാടനങ്ങൾ, ആ തരത്തിലുള്ള കൊളുത്തലുകളാണ് നമ്മുടെ ഉദ്ഘാടന വേദികളിൽ ഇന്ന് നടക്കുന്നത്. അത് അനിസ്ലാമികമാണ് എന്നാണ് സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പത്രപ്രസ്താവന ഇറക്കിയത്. അത് ചോദ്യം ചെയ്യാൻ ഒരാളും വളർന്നിട്ടില്ല. അതേസമയത്ത് അങ്ങനെയൊന്നല്ലാതെ ഇവിടെ നിലനിൽപ്പ് കൊടുക്കുന്നു, നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്യല്ലേ തങ്ങൾ പാപ്പാനെ കൊടുത്തിട്ട് ഒരു തീപ്പെട്ടിക്കൂട് എടുത്തു, മുപ്പത് തീപ്പെട്ടിക്കൂട് എടുത്ത് കടച്ച് അത് വരുത്തിക്കാണ്ട് അത് കത്തിച്ചു. എന്നാ അതിൽ എന്തില്ല, ഒരു തശബ്ബുഹും വരുന്നില്ല. ആ മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളല്ലത്. വളക്കെത്തിക്കാനുള്ള മുസ്ലിമീങ്ങളുടെ ആചാരം അല്ല. പക്ഷേ മംഗളകാര്യങ്ങളാണ്, മംഗളകാര്യം അല്ലെങ്കിൽ തഫാവുല്. ഇവിടെ ഇപ്പോ നാട മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഷോപ്പ് നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നാട റിബൺ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് കത്രിക കൊണ്ട് കഷ്ടികളോട് കൂടി അതിന്റെ അർത്ഥം എന്താ, എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഷോപ്പ് ഞങ്ങളിതാ വാതിൽ മലർക്കെ തുറക്കുകയാണ് എന്നുള്ളൊരു സന്ദേശമാണ്. അങ്ങനെ ഒരു സന്ദേശമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. തഫാവുൽ ഇങ്ങനെ നല്ല ലക്ഷണത്തെ കുറിക്കുന്ന സന്ദേശം, അത് തീ കത്തിച്ചുകൊണ്ടുള്ള തഫാവുല് ഇസ്ലാമിലില്ല. തിജ്ജ് കത്തിച്ചുകാണ്ട് ഉദ്ഘാടനം എവിടെയും കേട്ടുക്കണം. പാല് കാച്ചി ഉദ്ഘാടനമൊക്കെ അതിനുവേണ്ടി തീ കത്തിക്കാറുണ്ടെന്നല്ലാതെ തീ കത്തിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം അങ്ങനെ പരിപാടിയില്ല. എന്താണ് അങ്ങനെ ഇല്ലാതെ പറയാൻ കാരണം? മയ്യത്തിനെ തീ പിടിച്ചുകൊണ്ട് ചൂട്ട് പിടിച്ചുകാണ്ട് മയ്യത്തിനെ അനുഗമിക്കാൻ പറ്റുമോ പറ്റൂലേ? അവിടെ പണ്ഡിതന്മാർ പറയാണ്, വയുക്റഹു ഇത്ബാഉഹാ ബിന്നാർ ബിമിജ്മറത്തിൻ ഔ ഗൈരിഹാ. ഇങ്ങനെ ഉരുവാങ്കൂടോ അല്ലെങ്കിൽ ചൂട്ടൊക്കെ പിടിച്ചുകാണ്ട് തീയും പിടിച്ചുകാണ്ട് മയ്യത്തിന്റെ പിന്നാലെ പോകൽ കറാഹത്താണ്. എന്താ കറാഹത്താവാൻ കാരണം? ലിഅന്നഹു തഫാഉലുൻ തബീഹ്,
അത് വളരെ മോശമായ തഫാവുലാണ്. തീയനറ സംഹാര ഇവിടെ ആളിപ്പടരുന്നതിന്റെ അർത്ഥം. ഇവിടെ ആകെ കത്തിപ്പിടിച്ചാൻ പോകാണ് എന്നാണ് ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തീ കത്തിച്ച് കാണുന്ന ഉദ്ഘാടനം എന്ന പരിപാടിയില്ല. അതിനുവേണ്ടി ആരും ബിസ്മി എന്നാലും പോണ്ട. മനസ്സിലായില്ലേ? പിന്നെ ആ വിഷയം തീർന്നു. ഏത് വിഷയം? ഉദ്ഘാടന വേദികളിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഭദ്രദീപം കൊളുത്തിക്കൊണ്ടുള്ള ഉദ്ഘാടനം മുസ്ലിമീങ്ങൾ അനുവർത്തിക്കുന്നതിന്റെ വിധിയെന്ത്? അത് അവരുടെ ആചാരം അതേപടി നാം അനുവർത്തിക്കുകയും അവരുടെ മതത്തോട് താൽപര്യപ്പെട്ടുകൊണ്ടോ അവരുടെ മതചിഹ്നത്തിൽ ആഭിമുഖ്യം പുലർത്തുന്നു എന്ന് കരുതിക്കൊണ്ടോ ആണെങ്കിൽ കാഫിറാകും. അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് നാം അതിനെ ചെയ്യുകയാണെങ്കിലും കാഫിറാകും. ഇത് രണ്ടുമില്ലാതെ അതൊരു ആഘോഷത്തിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടുകയും ആ ആഘോഷ ചിഹ്നം എന്നാണ് നമ്മുടെ മനസ്സിലെങ്കിൽ കാഫിറാവില്ല. അതല്ലെങ്കിൽ അവരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നതാണെങ്കിലും കാഫിറാവില്ല. പക്ഷെ ഹറാമാണ്. ഒന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ അതാവ് ഇല്ലം യഖ്സിദി തശബ്ബുഹ അസ്ലം വറൈസൻ, അസ്ലാലും റൗസാലും മരടാലും ശിരസാലും ഒരു നിലക്കും ഇതൊന്നും ഇല്ലെങ്കിൽ ഫലാബൈസ, അവിടെ ഒരു കുഴപ്പമില്ല. അതാ മക്കാമുകളിലൊക്കെ നടക്കുന്നത്. അതാ നമ്മളെ വീടുകളിൽ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇനി അൽ ഇസ്രാജു അലൽ ഖബർ, അതാണ് അടുത്ത വിഷയം. ഖബറിൽ വിളക്ക് കത്തിക്കുന്നതിന്റെ വിധി എന്താണ്? ഖബറിൽ വിളക്ക് കത്തിക്കുന്നതിന്റെ വിധി എന്താണ്? മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല പറയുകയാണ്. 2-ാം നമ്പർ ഇബാർത്ത് വായിക്കാം. 3-ാമത്തെ പേജിലെ 2-ാം നമ്പർ ഇബാർത്ത്. 4 പേജ് പിന്നെ നമ്മള് ലേഔട്ട് പ്രകാരം 4-ാമത്തെ പേജാണ്, ഫോട്ടോസ്റ്റാറ്റ് പ്രകാരം 3-ാമത്തെ പേജ്. അൽ കബീറത്തുൽ ഹാദിയത്തു വസ്സാലിയത്തു വസ്സാലിസത്തു വൽ 20 ബഅദൽ മിഅ. ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ അസ്സവാജിർ ഇഖ്തിറാഫിൽ ഫിൽ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ ഖബായിർ എന്ന കിതാബിൽ പറയുകയാണ്, 121, 22, 23 വൻദോഷങ്ങൾ. ഇത്തിഖാദുൽ മസാജിദി അവിസ്സുറുജി അലൽ ഖുബൂർ, ഖബറുകൾ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കുക. ഖബറുകൾ സാഷ്ടാംഗത്തിന്റെ കേന്ദ്രങ്ങളാക്കുക. ഖബറിങ്ങൾ വിളക്ക് കത്തിക്കുക. മമ്പറത്തൊക്കെ എല്ലാ ആൾക്കാരും വളരെ ശ്രദ്ധിക്കണം. സിയാറത്തു നിസാഇ ലഹാ, സ്ത്രീകൾ ഖബറിൽ സിയാറത്തിന് പോവുക. ജനായിസ, സ്ത്രീകൾ ജനാസകളെ ആനയിച്ചു കൊണ്ടുപോവുക. ഇതൊക്കെ വൻദോഷങ്ങളാണ്. അവിടെയൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിലുമായി വിളക്കിന്റെ വിഷയത്തിൽ മാത്രമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള മസലകൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതിന്റെ തെളിവെന്താ? അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു, തുർമുദി റിപ്പോർട്ട് ചെയ്തു, നസായി റിപ്പോർട്ട് ചെയ്തു, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅന, അവിടുന്ന് ശപിച്ചിരിക്കുന്നു, സായിറാത്തിൽ ഖുബൂർ, ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളെ, വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ, ഖബറിന്റെ മേലെ സുജൂദിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നവരെ. ഖബറിനെ പോയിട്ട് തവസ്സുൽ ഇസ്തിഗാസ ചെയ്യുന്നവരെ എന്നല്ലോ. അതേമാതിരി മഹാന്മാരുടെ ഖബർ സ്ത്രീകൾക്ക് അനുമതി, അതൊക്കെ വേറെ ചർച്ചകളാണ്. അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വസ്സുറുജ, അതാ ചർച്ച. വിളക്കുകളെയും എന്നിട്ട് പറയാം, നഅം ശറഹ അസ്ഹാബുനാ ബിഹുർമത്തി സിറാജ് അലൽ ഖബർ, ഖബറിന്മേൽ വിളക്ക് ഹറാമാണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിരിക്കുന്നു. വൈൻ കല്ല, അത് എത്ര ചെറിയ വിളക്കാണെങ്കിലും ശരി, കുറഞ്ഞ സമയമാണെങ്കിലും ശരി, എപ്പോൾ ഹൈസുലം യന്തഫി ബിഹി മുഖീമുൻ വലാ സായിറുൻ, ആ വിളക്കുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്കോ അവിടെ സിയാറത്തിന് വരുന്നവർക്കോ ഉപകാരമില്ലെങ്കിൽ ഹറാമാണ്.
എന്താണതിന് കാരണം? വഅല്ലലൂഹു, അതിനവർ ഇല്ലത്ത് പറഞ്ഞത് ബിൽ ഇസ്റാഫ്, ഒന്ന് അത് ദുർവ്യയമാണ്, വഇദാഅത്തുൽ മാൽ, മുതലിനെ അനാവശ്യമായി ചെലവാക്കലാണ്, വത്തശബ്ബുഹി ബിൽ മജൂസ്, മാത്രമല്ല തീയിനെ ആരാധിക്കുന്നവരുടെ ഒരു ചെയ്തി അതിനോട് സാദൃശ്യപ്പെടലുമാണ്. ഫലാ യബ്ഉദു ഫീ ഹാദാ, അങ്ങനെ വരുമ്പോൾ ഹീനഇദിൻ, ആ സമയത്ത് അയ്യകൂന കബീറത്തൻ, അത് കബീറത്ത് വൻദോഷമാവുക എന്നുള്ളത് വിദൂരമല്ല. ഇതാരാ പറയുന്നത്? ഇമാം ഇബ്നു അൽ ഹൈതമി അസ്സവാദിർ അൻ ഇഖ്തിറാഫിൽ കബായിറിൽ പറയുകയാണ്. അടുത്ത ഇബാറത്ത് വായിച്ച അടുത്ത ഇബാറത്ത് വായിക്കാം. 3 ഖാല അസ്ഹാബുനാ തഹറുമു സ്വലാത്തു ഇലാ ഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാഇ വശുഹദാഇ വൽ ഉലമാ, അംബിയാക്കളുടെ ഖബറുകളിലേക്ക് നിസ്കരിക്കൽ ഹറാമാണ്. ഔലിയാക്കളുടെ ഖബറുകളിലേക്കും ഞങ്ങൾ തക്ബീറത്തിൽ വരാൻ കെട്ടിക്കാനുള്ള നിസ്കാരം ഹറാമാണ്. തവസ്സുൽ ഇസ്തിഗാസിൻ തബറുക്കും തവജ്ജുഹും ഹറാമാണല്ലേ ഈ പറയുന്നത് കേട്ടോ. പറഞ്ഞോർത്ത് നിന്നാ മതി, അപ്പുറത്തുകാർ ചാടാൻ പാടില്ല. വസ്വദാ, ഈ ശുഹദാക്കന്മാരുടെയും വൽ ഉലമാ, ഈ പണ്ഡിതന്മാരുടെയും. എന്തിനു വേണ്ടി? തബറുകം ബിദിൽ ഖബർ വഇഅദാമൻ ലഹു, ഖബറാളിയെ കൊണ്ട് ബർക്കത്തെടുക്കാൻ വേണ്ടിയും ഖബറാളിയെ ബഹുമാനിക്കാൻ വേണ്ടിയും അവിടെ നിസ്കരിക്കാൻ പറ്റൂല. ഖബറാളിയെ ബഹുമാനിക്കാൻ വേറെന്തെല്ലാം പണിയുണ്ട്, നിസ്കരിച്ചാവുണ്ട്. ഖബറാളിയെ കൊണ്ട് ബർക്കത്തെടുക്കാൻ വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇനി നിസ്കരിക്കാൻ വേണ്ട. അങ്ങോട്ട് തിരിഞ്ഞു കാണുന്ന നിസ്കാരം വേണ്ട. അപ്പൊ ആ ഖബർ, ഇപ്പൊ നമ്മളിവിടെ പുറത്ത് ഒരുപാട് ഖബറുകളുണ്ട്, മറ്റേ തങ്ങന്മാരെ ഖബറുണ്ട്, പുറത്തൊരുപാട് ഖബറുണ്ട്. അതിന്റെ അടിയിലൊക്കെ നമ്മൾ ചുമര് കൊണ്ട് വേർതിരിച്ചെന്തിനാ? ഇത് രണ്ട് സ്ഥലമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇപ്പൊ ഒരാൾ ഔത്തപ്പള്ളിക്ക് നിസ്കരിക്കുമ്പോൾ ഞാൻ മക്കാമെന്നാ നിസ്കരിച്ചത് ആരെങ്കിലും പറയോ? തലക്ക് സുഖമില്ലാത്തവരല്ലാതെ. എന്നാൽ ഇവിടെ ഒരു താടി വെച്ച മഹാ അറബി ഒന്നിരുന്നു, അയാൾ ഇങ്ങനെ ചാടി കളിച്ചത് പൊളിച്ചണം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ താടിക്ക് കുടുത്തോ കൊടുത്തിരുന്നു. എന്നിട്ടാ പറയുന്നത് തെറ്റാണത്. ഇവിടെ ഔത്തപ്പള്ളിക്ക് നിസ്കരിക്കുന്ന ആൾക്കാർ മക്കാമെന്ന് നിസ്കരിക്കണമെന്ന് ആരെങ്കിലും പറയോ? തലക്ക് വെളിവുള്ളവൻ പറയോ? ഒരിക്കലും പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കാമിന്റെ ഉള്ളിൽ വെച്ച് കാണുന്ന ഒരാളിങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. പിന്നെ ആരെങ്കിലും നിസ്കരിക്കലുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്? അതെ അതെ. ഇവിടല്ല, പുറത്തെ കാര്യമില്ല, ഇവിടല്ല, ഇല്ലല്ല, അതുണ്ടാവില്ല. അപ്പൊ തബറുക്കണ്ടിൽ ഖബരി ഏവാമല്ലോ. അടുത്ത വിഷയം ഇതാണ് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയം. നിസ്കാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടതല്ല. ഖബറിങ്ങനെ വിളക്കെത്തിക്കാം. എന്തിനു വേണ്ടി വിളക്കെത്തിക്കാം? തബറുക്കം വതഅദീമൻ ബിഹി വഇൻ ഖല്ല, ഖബറാളിയെ കൊണ്ട്. ബിഹി എന്ന് പറഞ്ഞാൽ ബിഹാന്നല്ല പറഞ്ഞത്, ബിഹീന. അപ്പൊ ദിൽ ഖബർ എന്നർത്ഥം. ഖബറാളിയെ കൊണ്ട് ബർക്കത്തെടുക്കാൻ വേണ്ടിയും അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടിയും വിളക്ക് കത്തിക്കുക. അപ്പൊ വിളക്ക് എന്തിനാ കത്തിക്കുന്നത്? വിളക്ക് കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കാം. ഇപ്പൊ ഒരാൾ, കാര്യപ്പെട്ട ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മളെ മഹല്ല് പ്രസിഡന്റ് മഹമാജിപ്പോ കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടി ചൂട്ടർ കത്തിച്ചു. അത് വേണ്ട. വിളക്ക് കത്തിക്കാൻ വേണ്ടി അല്ല, ബഹുമാനിക്കാൻ വേണ്ടി ചൂട്ടെത്തിക്കുക. ചൂട്ട് കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കുക, ചൂട്ട് കത്തിച്ചുകൊണ്ട് ബർക്കത്തെടുക്കുക, അത് വേണ്ട. അപ്പൊ നേരെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞത്, ഒന്നുകിൽ വിളക്ക് അവിടെ കത്തിച്ചത് കൊണ്ട് ഒരാൾക്കും ഉപകാരം വരില്ല, അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്കോ താമസിക്കുന്ന ആളുകൾക്കോ അതുകൊണ്ടൊരു ഉപകാരമില്ല. അതല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ അവിടെ ഇസ്രാഫ് വരുന്നുണ്ട്, ദുർവ്യയം വരുന്നുണ്ട്. അനാവശ്യമായ മുതൽ ആവശ്യമില്ലാത്തേക്ക് തിരക്കപ്പോൾ ഒരാൾക്ക് കീശയിലുള്ള 100 റുപ്യ അല്ലെങ്കിൽ കീശയിലുള്ള ഒരു പൈസ എടുത്ത് കണ്ട് എന്ത് ചെയ്തു? ഈ 10 റുപ്യ ചെറിയ പൈസ കണ്ട് കാര്യമില്ല. എന്റെ കീശയിലുള്ള കാശിൽ നിന്ന് ഏറ്റവും മൂല്യം പറഞ്ഞത് ഈ 10 റുപ്യാണ്. ഞാൻ അത് വെറുതെ ചുരുത്തിക്കാണ്ട് പുറത്തു കൊണ്ട് വരും. ഹറാമാണ്. പ്രത്യേക താല്പര്യമില്ലാതെ, പ്രത്യേക സഹീഹായ ഉദ്ദേശമില്ലാതെ പുറത്തു കയറുന്നത് അത് ഹറാമാണ്. അപ്പൊ ആ നിലയ്ക്ക് ഹറാമാണ്. അതല്ലെങ്കിൽ പിന്നെ ആ വിളക്ക് കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കുക, കത്തിച്ചുകൊണ്ട് ബർക്കത്തെടുക്കുക, അതും ഹറാമാണ്. ഇതൊരിക്കലും തന്നെ ഉദ്ഘാടനത്തിലുള്ള നിലവിളക്കുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. നിലവിളക്ക് എന്ന പേര് കൊണ്ട് ഹറാമ് വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതും തെറ്റല്ല എന്ന് പറഞ്ഞില്ലേ.
നിലവിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞൊരു ആചാരമുണ്ട് മംഗളവേദികളിൽ. ആ ആചാരം മുസ്ലിമീങ്ങൾ അനുവർത്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതും ഇനി പറയാൻ പോകുന്ന മക്കാമുകളിലുള്ള നിലവിളക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ബന്ധപ്പെടുത്താൻ പാടില്ല. അതെവിടെയാണ് ഇന്നത്തെ ഈ വിവാദങ്ങളില് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ മുജാഹിദുകൾ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മളൊരു റിപ്പോർട്ട് കൊടുത്താൽ അതിന്റെ താഴെ മറ്റൊരു റിപ്പോർട്ട് നിലവിളക്ക് പറഞ്ഞാൽ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതേസമയം ഇനി ആ മക്കാമിൽ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വെളിച്ചമാണ് ഉദ്ദേശമെങ്കിൽ, അതിപ്പോ തന്നെ വളർത്തി കത്തിച്ചു വെക്കണം. എന്തിനാണ്? പഴയ കാലത്തുള്ള മക്കാമുകളൊക്കെ പകരം നിർത്തിക്കാരം, ഇന്ന് ഇലക്ട്രിക് ബൾബൊന്നുമില്ലല്ലോ. അപ്പൊ വെളിച്ചമാണ് ഉദ്ദേശമെങ്കിൽ, എപ്പോഴെങ്കിലും വരുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ, എന്നാൽ അത് ഹറാമല്ല. ആ ആവശ്യത്തിന് വേണ്ടി വിളക്കും അതിൽ കത്തിക്കാനുള്ള തിരിയും അതിലുപയോഗിക്കാനുള്ള എണ്ണയും മക്കാമുകളിലേക്ക് നേർച്ചയാക്കൽ സഹീഹാണ്. ഇതാരാ പറയുന്നത്? ഇമാം ഇബ്നു അൽ ഹൈതമി പറയുകയാണ്. എന്താണ്? വസുഇല. ഞാനതിങ്ങനെ വായിച്ച അർത്ഥം വെക്കാം, വിശദീകരിക്കാൻ സമയമില്ല. വസുഇലിനെതിരിൽ വലിയ മിനൽ ഔലിയായി വൽ വഖഫി അലൈഹി ഹൽ യസ്ഹു ഔലാന ചോദ്യം. ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയന് വേണ്ടി നേർച്ചയാക്കുക, ആ വലിയന്റെ മേൽ വഖഫ് ചെയ്യൽ സഹീഹാകുമോ എന്ന ചോദ്യം. അതിന് മറുപടി ഇന്ന നദറ അൽ വഖഫ് ലി മശാഹിദിൽ ഔലിയായി വൽ ഉലമാ, ഔലിയാക്കളുടെ മഖാമുകളിലേക്കും ഉലമാക്കളുടെ മഖാമുകളിലേക്കുള്ള നേർച്ചയും വഖഫും സഹീഹാണ്. ഇന്നവൻ നാദിറു അൽ വാഖിഫു അഹ്ല ദാലിക്കൽ മഹല്ലി, അവിടെ വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഉദ്ദേശമെങ്കിൽ, ഔ സർഫഹു ഫി ഇമാറത്തിഹി ഔ മസാലിഹിഹി ഔ ഗൈരി ദാലിക, ആ മക്കാമിനെ പരിപാലിക്കുന്നതിലും ആ മക്കാമിന്റെ പൊതു ആവശ്യത്തിനും ആ മക്കാമിന്റെ അറ്റകുറ്റപ്പണികൾക്കുമാണ് അതുകൊണ്ട് ചെലവാക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ആ നേർച്ചയും ആ വഖഫും സഹീഹാണ്. ഇനി വഖദാ ഇന്ന വഖഫ് ഒന്നും ഉദ്ദേശിക്കാതെ വഖഫ് ചെയ്താലും സഹീഹാണ്. അപ്പൊ എന്ത് ചെയ്യണം? മേൽപ്പറഞ്ഞ മസ്ലഹത്തുകളിലേക്കാണ് ആ വരുമാനത്തെ ചെലവാക്കപ്പെടേണ്ടത്. ഇങ്ങനെ വഖഫൻ ചെയ്ത് കാണ്ട് അദ്ദേഹത്തിലേക്ക് അടുക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഔ യുൻസബിയിലേക്ക് ദാലിക്കൽ മഹല്ലു, അല്ലെ, ആ മഹല്ലിന് ആരിലേക്കാണോ ചേർക്കപ്പെടുന്നെങ്കിൽ ആ മഹാനിലേക്ക് സാമീപ്യം കൊള്ളണം എന്നാണ് ഈ വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൈന നദറ ഹീനഇദ് ലാ യൻഅഖിദു, ആ നേർച്ച പെട്ടുപെടുന്നതല്ല. വഖദ് ദക്കറൽ അദ്റഇ വഗൈറുഹു, അദ്റഇ ഇമാമും അല്ലാത്തവരും പറഞ്ഞു ഫീ നദരി നഹവി ശംഇ, മെഴുകുതിരി പോലത്തതിനെ നേർച്ചയാക്കുന്നതിൽ. വഖഫിഹി അലാ ദാലിക, അതിനെ വഖഫ് ചെയ്യുന്നതിനും പറഞ്ഞു മാ യുഫീദു മാ ദക്കർതു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഫായിദപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്റഇ ഇമാമിനെ പോലത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. വഹാസിലുഹു, അതിന്റെ മൊത്തം അന്നമൻ നദറ വഖഫ മാ യുസ്തറാദു വല്ലതിഹി അൽ ഇസ്റാദു ലിൽ മസ്ജിദി ഔ ഗൈരിഹി, ഒരാൾ നേർച്ചയാക്കി അല്ലെങ്കിൽ വഖഫ് ചെയ്തു, അതിന്റെ ആദായം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലോ അല്ലെങ്കിൽ മക്കാമുകളിലോ വിളക്ക് കത്തിക്കാൻ വേണ്ടി വഖഫ് ചെയ്താൽ സഹ, അത് സഹീഹാകും. ഇൻകാന ഖദ് യദ്ഖുലു വലു അലാ നുദൂരിൻ മൻ യന്തഫിഉ ബിഹി മിൻ മുസല്ലിൻ ഔ നായിബിൻ, ആ പള്ളിയിലോ അല്ലെങ്കിൽ ആ മക്കാമുകളിലോ നിസ്കരിക്കുന്നവരോ ഉറങ്ങുന്നവരോ അതല്ലെങ്കിൽ സിയാറത്തിന് വരുന്നവരോ ആയ ആളുകൾക്കാർക്കെങ്കിലും അപൂർവമായിട്ടെങ്കിലും, എപ്പോഴുമല്ല അപൂർവമായിട്ടെങ്കിലും അതുകൊണ്ട് പ്രയോജനം ലഭിക്കുമെന്നുണ്ടെങ്കിൽ അത് സഹീഹാണ്. وكذا إذا كسب النذير بالموقوف من ذلك على المشاهد التنوير على من يسكن البقعة أو يرد إليها. هذا ശ്രദ്ധിക്കണം. ആ മക്കാമുകളിൽ താമസിക്കുന്ന ആളുകൾക്കോ അവരെ സിയാറത്തിൽ വരുന്ന ആളുകൾക്കോ പ്രകാശം വെളിച്ചമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിലും സഹീഹാണ്. കുർബത്തിൽ, കാരണം അത് പുണ്യകർമ്മത്തിൽപ്പെട്ട ഒരു പുണ്യകർമ്മമാണത്, തെറ്റല്ല. അതിന് തെറ്റെന്ന് പറയാൻ പാടില്ല, അത് ദീപാരാധന എന്ന് പറയാൻ പാടില്ല. ദീപാരാധന എന്നതിനെ പറ്റി പറയാൻ പാടില്ല. അമ്മ ഇനി നല്ല ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഇബാറത്ത് കൂടി പറയാം. അമ്മ ഇതാ കസബൽ ഈഖാദ അലൽ ഖബർ വലുമ ഖസ്ദി തൻവീർ, ഇനി ഖബറിന്റെ അവിടെ വെളിച്ചുണ്ടാക്കുക എന്ന ഉദ്ദേശം, അവിടെ ഖബറിൽ വെളിച്ചുണ്ടാക്കുക, അല്ലാതെ വരുന്നവർക്ക് വെളിച്ചം കണ്ണാണ് എന്നുള്ളതല്ല. അവരെ വെളിച്ചുണ്ടാക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ ഫലായിസിഹു, അതർത്ഥ സഹീഹല്ല. വക്കദാ, ഇതുപോലെ തന്നെയാണ് ഇതാ കസബ് ബിഹി വഹുവൽ ഗാലിബു മിനൽ ആമ്മ,
അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്, സാധാരണക്കാർ അധികം അങ്ങനെയാണ് ഉദ്ദേശിക്കല്, എന്താണ് തഅലീമൽ ബുക്അ അബിൽ ഖബർ അത് തഖറബ ഇലാ സാഹിബിഹി, ആ വിളക്ക് കത്തിച്ചുകൊണ്ട് ആ സ്ഥലത്തെ ബഹുമാനിക്കാം. ഒരു സ്ഥലത്തെ ബഹുമാനിക്കാൻ നമുക്ക് പല കോലത്തിൽ അലങ്കരിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ വിളക്ക് തീ കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കുക, അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തെയോ ആ ഖബറിനെയോ അല്ലെങ്കിൽ ആ ഖബറിലുള്ള ആളിലേക്ക് ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് അടുപ്പമുണ്ടാക്കിയെടുക്കുക. വിളക്ക് കത്തിച്ചുകൊണ്ട് പല നിലക്കും അടുപ്പുണ്ടാക്കാം. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് അടുപ്പുണ്ടാക്കാൻ ഒരുപാട് പണികളുണ്ട്. മഹാന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാൽ മതി, അടുപ്പുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പുണ്ടാവാനുള്ള പണി എന്താ? ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ മതി, അടുപ്പുണ്ടാവും. പക്ഷേ അവിടെ പോയിട്ട് വിളക്ക് എത്തിച്ചുകൊണ്ട് അടുപ്പുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വിളക്ക് എത്തിച്ചുകൊണ്ട് അടുപ്പമുണ്ടാക്കുകയാണെങ്കിൽ ഫലായന്നഖിദു, അത് കെട്ടുപെടൂല. കാരണം സാധാരണക്കാരുടെ ആ പ്രവൃത്തി കെട്ടുപെടൂല എന്ന് പറയാൻ കാരണം സാധാരണക്കാരെ ഏത്തക്കുന്നത് അവർ വിശ്വസിക്കുന്നത് അന്നലി ഹാദിഹിൽ അമാക്കിന് ഹുസൂസിയ, ഈ സ്ഥലങ്ങൾക്കൊക്കെ ചില സവിശേഷതകളുണ്ട്. വയറൂന അന്നൻ നദറ ലഹ മിമ്മാ യന്തഖു ബിഹിൽ ബലാ, ആ സവിശേഷതകൾക്ക് വേണ്ടി നേർച്ചയാക്കിയാൽ ബലാ ഒഴിഞ്ഞു പോകും. വേറെ ഉദ്ദേശമൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ മഹാന്മാരുടെ മക്കാമുകളിലേക്ക് ആ പെട്ടിയിൽ 10 ഉറുപ്പിക ഇട്ടു വിചാരിക്കാം. ആ 10 ഉറുപ്പിക എന്താ കാട്ടുന്നു? ആ 10 ഉറുപ്പിക കാലങ്ങളായിട്ട് അവിടെ ഉറുഫ്, ജാരിയായ ഉറുഫുണ്ടാവും. എന്നുവെച്ചാൽ നടന്നു പോരുന്ന ഒരു കീഴ്വഴക്കുണ്ടാവും. ആ കീഴ്വഴക്കത്തിലേക്ക് അത് ചെലവാക്കണം. അതല്ലെങ്കിൽ മസ്ലഹത്തായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ചെലവാക്കാൻ വേണ്ടിയാണ് മക്കാമിലിടുന്നത്. അല്ലാതെ അവിടെ ഇട്ട് ആ ഇടാനുള്ളൊരൊറ്റ പ്രവൃത്തി വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, വേറെ ഒന്നും അവിടെ കരുതുന്നില്ല. ഇതാവത്തില്ല, അവിടെ ഇട്ടുകാണ്ട് അദ്ദേഹത്തോട് സാമീപ്യം പുലർത്തണം എന്നാണ് ഉദ്ദേശമെങ്കിൽ ആ നേർച്ച സ്വീകാര്യമല്ല. പല ആളുകളും ഇബ്നു പറയാം, പല ആളുകളും ആ സ്ഥലത്തിന് ചില പ്രത്യേകതകളെ കൊണ്ട് അതുകൊണ്ട് അവിടെ കുറെ പൈസ ഇട്ടാല് വിപത്തുകൾ മാറും എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു കരുത്തോടു കൂടിയാണ് അവർ നേർച്ചയാക്കുന്നത്. സഹീഹല്ല. ഈ ഇബാറത്ത് വെച്ചുകൊണ്ട് മഹാന്മാരുടെ മക്കാമുകൾക്ക് പ്രത്യേകതല്ല എന്ന് മനസ്സിലാക്കരുത്. മഹാന്മാരുടെ മക്കാമുകൾക്ക് ഒരു ബർക്കത്തുമില്ല എന്ന് വിശ്വസിക്കരുത്. കാരണം അതേ ഇബ്നു ഹജർ തങ്ങൾ തന്നെ ഫതാവുൽ കുബറയിൽ പറയാണ്, ഹജ്ജിന്റെ ബാബിൽ പറയാണ്, യതഅക്കദു നദ്ബു ഇഹ്തിറാമി അഹ്ലിൽ മദാരിസി വറുബത്തി വമഹാലിൽ ഉലമാഇ വസുലഹാഇ വകുല്ലി മഹല്ലിൻ ഉലിമ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നസലഹു ഔ സല്ലാ ഫീഹി. മദ്രസകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, ഉലമാക്കൾ അവർ വസിക്കുന്ന സ്ഥലങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയ സ്ഥലങ്ങൾ, നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളൊക്കെ അത്യധികം ബഹുമാനിക്കൽ ശക്തമായ സുന്നത്താണ്. എന്തുകൊണ്ടെന്നാൽ ഫലഹു ഫദ്ലുൻ അദീമുൻ അലാ ഗൈരിഹി, മറ്റു സ്ഥലങ്ങളെക്കാൾ അതിന് മഹത്തായ പുണ്യമുണ്ട്. അലാ മമർരി ദഹരി, ഏത് കാലത്തും ആ പുണ്യം നിലനിൽക്കും. ഫയതഅക്കദുൽ ഇഅ്തിനാഉ ബിതഹരി നുസൂലിഹി വതബറക് ബിഹി, ആ സ്ഥലത്ത് ചെല്ലലും അവരെ കൊണ്ട് ബർക്കത്തെടുക്കലും അത് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിച്ചു പോരേണ്ട കാര്യമാണ്. കമാകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സഹാബിമാരായ ഇബ്നു ഉമറും മറ്റുള്ളവരുമൊക്കെ യഫ്അലൂന ദാലിക ബഅദ വഫാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സഹാബത്ത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ മഹാന്മാരുടെ സ്ഥലങ്ങൾക്ക് ബർക്കത്തില്ല എന്നാണ് ഇബാറത്ത് വരൂല. ഇങ്ങനെ കാശ്, അതൊരു മക്കാമാണെന്ന് വിചാരിക്കുക, ഈ മേശ എന്ന് പറയുന്നത് ഒരു വലിയ മഹാന്റെ മക്കാമാണെന്ന് വിചാരിക്കുക. അപ്പോ അവിടെ കുറെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിന്റെ ഈ 10 ഉറുപ്പിക അവിടെ ഇട്ടാൽ എന്റെ രോഗമൊക്കെ മാറും. രോഗസംഭവമാരുണ്ടാവും. ആ സ്ഥലം വലിയ ബർക്കത്തുള്ള സ്ഥലമാണ്, അവിടെ നിന്നാൽ തന്നെ രോഗം മാറുകയൊക്കെ ചെയ്യും. പക്ഷെ അത് വിചാരിച്ചു കാണ്ട് ആ പൈസ ചെലവാക്കാൻ ഒരു വഴി ഇയാൾ കരുതുന്നില്ല. അതല്ലെങ്കിൽ ഇയാൾ ഒന്നും ഉദ്ദേശിക്കാതെ കയറി ആ പൈസ ചെലവാകുന്ന രൂപം അവിടെ ഇല്ലെങ്കിൽ ആ നേർച്ച സഹിഹാവില്ല. ആ നേർച്ച സഹിഹാവില്ല, അത്രയും അർത്ഥം. അല്ലാതെ ഈ ഇബാർത്ത് വെച്ചിട്ട്, ആ 4-ാം നമ്പർ ഇബാർത്ത് വെച്ചിട്ട് മഹാന്മാരായ ഔലിയാക്കളുടെ മശഹദുകൾക്ക് യാതൊരു പുണ്യവുമില്ല, ആ പരിസരത്തിന് ഒരു പ്രത്യേകതയുമില്ല, അവിടെ ബർക്കത്തില്ല, അങ്ങനെ വിശ്വസിച്ച കാഫിറായി പോകും എന്ന് വല്ല ആളുകളും ധരിക്കുന്നുണ്ടെങ്കിൽ, ഇബ്നു തങ്ങളുടെ ഇബാറത്തിനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. ഇബ്നു തങ്ങളുടെ തന്നെ മറ്റ് ധാരാളം ഇബാറത്തുകളെ കൊണ്ട് അതിനെ ഖണ്ഡിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ മക്കാമുകളിൽ വിളക്ക് കത്തിക്കാം.
ആ വിളക്ക് കത്തിച്ചുകൊണ്ട് ആ മഹാനെ ബഹുമാനിക്കുക, വിളക്ക് കത്തിച്ചുകൊണ്ട് ബർക്കത്തെടുക്കുക എന്നാണെങ്കിൽ ഹറാമാണ്. ഒന്ന്. രണ്ടാമതായിട്ട് അവിടെ ആ വിളക്ക് കത്തിച്ചാൽ അതുകൊണ്ട് ഉപകാരമെടുക്കുന്ന ആളുകൾ അപൂർവമായി എങ്കിലും അവിടെ എത്തിപ്പെടും, അവർക്ക് വേണ്ടി ആണ് എന്നാണെങ്കിൽ അത് പുണ്യകർമ്മമാണ്. രണ്ടാമത്തെ വസ്സല. മൂന്നാമത്തെ വസ്സല, വിളക്ക് കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കല്ല, ആളുകൾ ബഹുമാനിക്കാൻ വേണ്ടി വിളക്ക് കത്തിക്കാം. അത് എന്താ പറയുക, ഇൻഡിക്കേറ്റർ നോക്കുക, പുതിയ പ്രയോഗം കിട്ടി, ഇൻഡിക്കേറ്റർ. ചിലത് അങ്ങനെയുണ്ട്, ചിലത് അവിടെ വിളക്ക് കത്തിക്കുന്നത്. ഇതൊരു മഹാന്റെ ഖബറാണ്, ഇത് ബഹുമാനിക്കപ്പെടേണ്ട ഖബറാണ്. അങ്ങനെ ജനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി ഒരു അടയാളം എന്ന നിലക്ക്, ഒരു സൂചിക എന്ന നിലക്ക് അവിടെ വിളക്ക് കത്തിക്കുക, അതും അനുവദനീയമാണ്. ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കാനല്ല, ആളുകളുടെ ബഹുമാനം. അതിലിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മടക്കി കുത്തിക്കാണ്ടായിരിക്കും പഴയ കാലത്തൊക്കെ ആൾക്കാർ കന്നൂട്ടിക്കാരിങ്ങനെ വരികാരം, ആ തോർത്തൊന്നും എടുത്തുകാരിങ്ങനെ വരിക. അപ്പോഴേക്കാരം മഹാന്റെ ഒരു ഖബറുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ വിളക്ക് കത്തിച്ചു വെക്കുക. അത് പകലാവട്ടെ രാത്രിയാവട്ടെ, ഇലക്ട്രോണിക് യുഗത്തിലാവട്ടെ പുരാതന യുഗത്തിലാവട്ടെ, ഇതാണ് ഉദ്ദേശ്യമെങ്കിൽ ഹറാമില്ല, അത് അനുവദനീയമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അതിനുള്ള ഇബാർത്താണ് വായിക്കാൻ പോകുന്നത്. 5-ാം നമ്പർ ഇബാർത്ത് നോക്കുക. ഖാല ശൈഖ് അബ്ദുൽ ഗനി നാബുലുസി, ഖാല ശൈഖ് അബ്ദുൽ ഗനി നാബുലുസി ഫീ കശ്ഫിൻ നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ. ആ കിതാബ് നമ്മളെടുത്തുണ്ട്. അബ്ദുൽ ഗനി നാബുലുസി കശ്ഫിൻ നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ എന്ന കിതാബിൽ പറയാണ് മാ ഖുലാസത്തുഹു, അതിന്റെ ആകത്തുക. അദ്ദേഹം ദീർഘിച്ച് ഉപന്യസിച്ച വിഷയമാണ്. അതിന്റെ ആകത്തുക ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി അൽ ബറൂസവി അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ ഉദ്ധരിക്കുകയാണ്. മാ ഖുലാസത്തുഹു അന്നൽ ബിദ്അത്തുൽ ഹസനത്തുൽ മുവാഫിഖത്തു ലിമഖ്സൂദി ശർഅ്, മതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് യോജിച്ചു വരുന്ന നല്ല ആചാരങ്ങൾ തുസമ്മ സുന്നത്തൻ, അത് പുത്തൻ വിഷയമാണെങ്കിലും അത് സുന്നത്ത് തന്നെയാണ്. ഏതുപോലെ നമ്മുടെ ഈ പള്ളിക്കുള്ള മിഹ്റാബ്, നബിന്റെ കാലത്ത് ഇമാമ് മിഹ്റാബ് കയറിയിട്ട് നിസ്കരിക്കുന്ന പരിപാടിയുണ്ടോ? 1-ാം ഖലീഫന്റെ കാലത്തുണ്ടോ? 2-ാം ഖലീഫന്റെ കാലത്തുണ്ടോ? 3-ാം ഖലീഫന്റെ കാലത്തുണ്ടോ? 4-ാം ഖലീഫയുടെ കാലത്തുണ്ടോ? അത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് വന്നതല്ലേ? അപ്പൊ ഈ ഒരു ഇമാമ് കയറിക്കാണ്ടുള്ള നിസ്കരിക്കുന്ന പരിപാടി റസൂലുള്ളാഹിയുടെ കാലത്തില്ല. എന്നാ നബിന്റെ കാലത്തില്ല, അതുകൊണ്ട് അത് ഹറാമാണ്, ശിർക്കാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ശറഇന്റെ മഖ്സൂദിനോട് യോജിക്കുന്ന ഏത് പുതിയ നടപടിയും സുന്നത്ത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയാം. ബിനാഉൽ ഖിബാബി അലാ ഖുബൂരിൽ ഉലമാഇ വൽ ഔലിയാഇ വസ്സുലഹാ, ആലിമീങ്ങളെ ഖബറുകളും ഔലിയാക്കളെ ഖബറുകളും സാലിഹീങ്ങളെ ഖബറുകളൊക്കെ കുബ്ബ കെട്ടുക എന്നുള്ളതും അവരുടെ ഖബറുകള് ഈ വിരികൾ വെക്കുക, അലങ്കരിക്കുക, വസ്ത്രങ്ങൾ തൂക്കുക പോലുള്ളതൊക്കെ അംറുൻ ജായിസുൻ, ജായിസായ കാര്യമാണ്. എപ്പോ? ഇദാ കാനൽ ഖസ്ദു ബിദാലിക, അതുകൊണ്ടുള്ള ഉദ്ദേശ്യം അസ്തഅദീമ ഫീ അഅ്യുനിൽ ആമ്മ, സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ അവർക്ക് സാധാരണക്കാരുടെ കണ്ണുകളിൽ അവർ ബഹുമാനിക്കണം എന്നാണ് ഉദ്ദേശമെങ്കിൽ. ഹത്താ ലാ യർതകിറു സാഹിബ ഹാദൽ ഖബർ, അപ്പൊ നമ്മള് ഈ സാധാരണ ഖബറുകൾ സംഗതി ബഹുമാനിക്കണ്ടെന്നെയാണെങ്കിലും നമ്മള് മൂല്യമാര് പ്രത്യേകിച്ചു പള്ളിക്ക് ഓതുന്ന ഖബർ കണ്ട് പിന്നെ ഖബർ അല്ലേ, ഖബർ നമുക്ക് വലിയൊരു അല്ലേ, നമ്മള് മൂല്യമാരെ കാര്യം പറയുന്നത്, നടന്മാരെ കാര്യമല്ല. ഓർക്ക് ഭയങ്കര പേടിക്കാരോ, മക്ബറിക്ക് വരാൻ തന്നെ പേടിക്കാം. നമുക്ക് എന്ത് ഖബർസ്ഥാന്, ഏത് ഖബർസ്ഥാനും നമുക്ക് തുല്യ. കാരണം ഇത് ചെറുപ്പത്തിലേത് കണ്ട് മനസ്സിന്ന് അതിന്റെ ആ ഒരു ഇത് പോയി. അപ്പൊ ചിലപ്പോ അറിയാതൊക്കെ ആ വലിയ ബഹുമാനമൊന്നും കൊടുക്കാറില്ല. ഇതേപോലെ മഹാന്മാരെ ഖബർ കാണാൻ പാടില്ല. പണ്ട് അവിടെ അനന്താവര് പഠിച്ചു, അനന്താവര അവിടെ വെച്ചിട്ടറിയില്ല, അവിടെ എന്ത് ചെയ്തു, ഖബർസ്ഥാനിലുള്ള കൈതച്ചക്ക എന്ത് ചെയ്തു, വലിയ മാറ്റങ്ങൾ പൊടിച്ചുകാണ് തിന്നു. ഭയങ്കര ഒച്ചപ്പാടും ബഹളും പ്രശ്നങ്ങളും. സംഗതി ഖബർസ്ഥാനിൽ ഉണ്ടാകുന്നത് മുസ്ലിമീങ്ങൾക്ക് അനുവദനീയാണ്. മസല അങ്ങനെയുള്ളത് ഫത്തുൽ മീൻ വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ. പക്ഷെ ആൾക്കാരുടെ കണ്ണിൽ അതൊക്കെ ഭയങ്കര സംഭവമാണ്. ഖബർസ്ഥാനത്തൊക്കെ കൈതച്ചക്ക തിന്നേ, ഖബർസ്ഥാന്റെ കൈതച്ചക്ക തിന്നേ,
ഹറാം വലിയ സബുൽ മുബിഖാത്തായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. സംഗതി മസല എന്താണ്? മുബാഹിന്ന, അനുവദനീയം അല്ലേ? അപ്പോ മസല എങ്ങനെയാണ്? ദീനിന്റെ നിയമം അങ്ങനെയുള്ളത്. ജനദൃഷ്ടിയിൽ ചിലപ്പോ അതിന്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിക്കും. അപ്പൊ അതേമാതിരി ഇതും ഒരു സാധാരണ ഖബറല്ലേ എന്ന് വിചാരിച്ച ജനങ്ങൾ നിസ്സാരമായി തല്ലിക്കലാതിരിക്കാൻ വേണ്ടി ഒരു അടയാളം, ഒരു സൂചകം എന്ന നിലക്ക് അവിടെ വിളക്ക് കത്തിക്കുക, അത് തെറ്റല്ല. അതിൽ ഇസ്റാഫില്ല, അതിൽ മജൂസികളോട് സാദൃശ്യമാവലില്ല, അതിൽ ഇളാഅത്തുൽ മാലില്ല, അത് വെച്ചുകൊണ്ടുള്ള തഅലീമല്ല, അത് വെച്ചുകൊണ്ടുള്ള തബറുക്കല്ല. അതുകൊണ്ടത് വൻദോഷമല്ല, ചെറുദോഷവുമല്ല, അത് അനുവദനീയമാണ്. വകദാ ഈഖാദുൽ ഖനാദിൽ വശംഅ, ഇതുപോലെ തന്നെ തൂക്കുവിളക്കുകൾ കത്തിക്കുക, മെഴുകുതിരി കത്തിക്കുക. സാധാരണ മുജാഹിദികളെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിലവിളക്ക് കത്തിക്കൽ ഹിന്ദുക്കൾ ആചാരമല്ലേ, അതുകൊണ്ടത് കുഫറാണ്, ശിർക്കാണ് എന്ന് പറയും. തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ആ ചോദിക്കുന്ന ആളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ആചാരമാണ്. യേശുവിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ആരാധനയുടെ ഭാഗമായി നിർവഹിക്കുന്ന ആചാരമാണ്. എന്നാൽ നിന്റെ വീട്ടിൽ മെഴുകുതിരി കത്തിക്കൽ ആറാമുണ്ടോ? നിലവിളക്ക് കത്തിക്കലില്ല, സമ്മതിച്ചു. മെഴുകുതിരി കത്തിക്കൽ ആറാമുണ്ടോ? ആ ചോദ്യത്തിന് ഇപ്പൊ അടുത്ത് കോട്ടക്കലിൽ നമ്മൾ സുഹൃത്ത് വിളിച്ചിരുന്നു. അവർ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തില്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതിയാണ്, മെഴുകുതിരി കത്തിക്കൽ ക്രൈസ്തവരുടെ ആരാധനയല്ലേ, അപ്പൊ നമ്മളെ വീട്ടിൽ മെഴുകുതിരി കത്തിക്കൽ ഹറാമുണ്ടോ? ആ ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. ആ ചോദ്യത്തിന് അവർ മറുപടി ഹറാമില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഉണ്ടെന്ന് പറഞ്ഞാൽ മുജാഹിദീകളെ വീട്ടിലുള്ള മെഴുകുതിരിയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഒഴിവാക്കേണ്ടി വരും. ഇല്ല എന്ന് പറഞ്ഞാലോ എന്നാ നിലവിളക്ക് ഹറാമല്ലാതെ വരും. ഇല്ല എന്ന് പറഞ്ഞാൽ നിലവിളക്ക് ഹറാമല്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിക്കുന്ന മുജാഹിദീകളൊക്കെ കാഫറാന്ന് വരും. അപ്പൊ ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് നമുക്ക് അങ്ങനെയല്ല, ചില വിഷയങ്ങൾ തിരിച്ചു ചോദ്യം ചോദിച്ചു കണ്ടാണ് മറുപടി പറയേണ്ടത്. പ്രത്യേകിച്ച് ജാഹിലീങ്ങളായ ആളുകൾ കൈകാര്യം ജഡ്ജിമാരായി വരുന്ന സംവാദങ്ങളിൽ പ്രത്യേകിച്ചും ജാഹിലീങ്ങളായ ആളുകളാണല്ലോ മിക്ക സംവാദങ്ങളെയും ജഡ്ജിമാര്. അപ്പൊ അത്തരം വിഷയത്തിൽ പ്രത്യേകിച്ചും തിരിച്ചുള്ള ചോദ്യങ്ങളെ കൊണ്ടാണ് നമ്മൾ നേരിടേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? ഈഖാദുൽ ഖനാദീരി വശംഇ, ഇതുപോലെ തന്നെയാണ് തൂക്കുവിളക്കുകൾ കത്തിക്കലും മെഴുകുതിരി കത്തിക്കലും. ഇന്ത ഖുബൂരിൽ ഔലിയാഇ വസ്സുലഹാ, ഔലിയാക്കളെ ഖബറുകളും സാലിഹീങ്ങളെ ഖബറുകളും. അതിന് ബാബി തഅദീം വൽ ഇജ്ലാൽ, ഇത് വെച്ചുകൊണ്ടുള്ള തഅദീം എന്നല്ല, ആളുകൾ തഅദീം ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഉദ്ദേശം ശരിയായ പിന്നെ നല്ല ലക്ഷ്യമാണ്. ഇങ്ങനെ ആളുകളിൽ നിന്ന് തഅദീമുണ്ടാവാനും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ഖബറുകളിൽ ഈ രൂപത്തില് എണ്ണ നേർച്ചയാക്കുന്നതും മെഴുകുതിരി നേർച്ചയാക്കുന്നതും ജായിസുൻ ഐദാ, അതും അനുവദനീയമാണ്. ലാ യംബഗി നഹ്യു അൻഹു, അതിനെ തൊട്ട് വിരോധിക്കൽ ഒരിക്കലും തന്നെ ശരിയല്ല. ഇനി മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവർ ഈ വിഷയത്തിൽ നടത്തിയ ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായ ഒരു ലേഖനത്തിലുള്ള ഒരു പാരഗ്രാഫ് കൂടി ഞാൻ വായിച്ചിട്ട് നിർത്താം. ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായ ഒരു ലേഖനമാണ്, ഈ വിഷയത്തിലുള്ള ഒരു ലേഖനമാണ് പ്രബോധനത്തിന്റെ ദുർബോധനം എന്ന് പറയുന്ന ലേഖനം. ആ ലേഖനം സുന്നി ടൈംസിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചൊരു ലേഖനമാണ്. ആ ലേഖനത്തിലെ ഒരു ലക്കത്തിലുള്ള ഒരു ഭാഗമാണ് വായിക്കുന്നത്. ഖബറുകൾ വിളക്കുവെക്കൽ. പ്രബോധനം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വാരികയെ കുറിച്ചാണ് പറയുന്നത്. പ്രബോധനത്തിന്റെ ഖബറാരാധനയുടെ ലിസ്റ്റിൽപ്പെട്ട മറ്റൊന്നാണ് ഖബറിന്മേൽ വിളക്കുവെക്കുക എന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മഹാന്മാരായ ഔലിയാക്കളുടെയും സാലിഹികളുടെയും മക്കാമുകളിലും ജാറങ്ങളിലും വിളക്ക് കത്തിക്കലിനെ പറ്റിയായിരിക്കാം പ്രബോധനം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുതന്നെയാണെന്നോ എന്നൊന്നും പ്രബോധനം പറയുന്നില്ല. ഖബർ സിയാറത്തിന് പോകുന്നവർ രാത്രി സമയത്ത് ഇരുട്ടത്ത് തന്നെ പോവേണ്ടതാണോ? ചോദ്യം. ഖബർ സിയാറത്തിന് പോകുന്നവർ രാത്രി സമയത്ത് ഇരുട്ടത്ത് തന്നെ പോവേണ്ടതാണോ? സിയാറത്തിന് വരുന്നവർക്ക് വെളിച്ചം കാണാൻ വേണ്ടി ഔലിയാക്കളുടെ ജാറങ്ങളിൽ വിളക്ക് കാണിക്കൽ പാടില്ലാത്തതാണോ? ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊന്നും ആരും തന്നെ ആക്ഷേപിച്ചതായി കാണാൻ കഴിയുന്നതല്ല. ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെപ്പറ്റിയല്ല. ഹദീസിൽ ഖബറുകൾ വിളക്ക് കത്തിക്കൽ പാടില്ല എന്ന് പറയുമ്പോൾ ഹദീസ് നമ്മൾ ഓതി. അതൊന്നും ഇത്തരം കാര്യങ്ങളെപ്പറ്റിയല്ല. ഖബറിനെ വിഗ്രഹമാക്കി അവിടെ കത്തിക്കുന്ന വിളക്കിനെയാണ്.
തരീഖത്തുൽ മുഹമ്മദിയ്യയുടെ ശർഹായ ഹദീഖത്തുൻ നദിയയിൽ പറയുന്നത് കാണുക. ഖബറിന്റെ സ്ഥലം പള്ളിയോ അപ്രകാരം തന്നെ ഖബർ വല്ല വഴിവെക്കൽ ആവുകയോ അല്ലെങ്കിൽ ആ ഖബർ ഔലിയാക്കളിൽ വല്ലവരുടെയും ഖബറാവുകയും വിളക്ക് കത്തിക്കൽ കൊണ്ട് തബറുക്ക് പ്രസിദ്ധപ്പെടുത്തുകയും വിളക്ക് കത്തിക്കൽ കൊണ്ട് തബറുക്ക് പ്രസിദ്ധപ്പെടുത്തുകയും. അപ്പൊ അതൊരു വിളംബര. വിളക്ക് കത്തിക്കുന്നത് വിളംബരാണ്. എന്ത് വിളംബരം? ഇതൊരു മഹാന്റെ ഖബറാണെന്നുള്ള വിളംബരം. അതാണെങ്കിൽ അവിടെ വെച്ച് ദുആ ചെയ്യപ്പെട്ട് ഉത്തരം ലഭിക്കാൻ ഇടവരികയും ആവുന്നതാകയാൽ ഇവിടെ വിളക്ക് കത്തിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വാല്യം 2 പേജ് 429. ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം എത്ര ന്യായമായതാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. തഫ്സീർ റൂഹുൽ ബയാൻ 10-ാം വോള്യത്തിലും ഇപ്രകാരമുള്ള വിശദീകരണം കാണാവുന്നതാണ്. മെഴുകുതിരി എന്ന പോലെയുള്ള സാധനങ്ങൾ ഔലിയാക്കളുടെ ജാറങ്ങളിലേക്ക് നേർച്ചയാക്കുന്നതിന് വിരോധമില്ലെന്നും അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അല്ലാമ നാബുലുസി തന്റെ കശ്ഫുന്നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിലും ഈ വിഷയം സവിസ്തരം പ്രതിപാദിച്ചതായി കാണാം. സജ്ജനങ്ങളുടെ സിയാറത്തിന്റെ കേന്ദ്രങ്ങളായ ഔലിയാക്കളുടെ മക്കാമുകളെ മാന്യതയോടെ സംരക്ഷിച്ചു നിർത്തേണ്ടതാണെന്ന് എത്ര വ്യക്തമായ പരാമർശമാണ്. പരിശുദ്ധ ഹറം ഷരീഫിനെയും മസ്ജിദുൽ മദീനയെയും എത്ര പ്രൗഢിയിലാണ് ഹജ്ജകാരങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നത്. അവിടെ കത്തിക്കുന്ന ആയിരക്കണക്കായ ബൾബുകൾ അനാവശ്യമാണെന്ന് പറയാൻ മാത്രം തൊലിക്കട്ടിയുള്ള ജാഹിലുകൾ ആരാണ്? ശംസുലമേ പറയുന്നതേ. അപ്പൊ അതിനനുസരിച്ച് വായിക്കും വേണം. ജാഹിലുകൾ ആരാണെന്നാ ചോദ്യം. ഇപ്പൊ മസ്ജിദ് നബവിയിലാണ് പോയിട്ടുണ്ടെങ്കിൽ മസ്ജിദ് നബവിയിൽ ഒരു ഹാലോജൻ ഒരു 10 ഹാലോജൻ ബൾബ് ഉണ്ടായാൽ തന്നെ അവിടെ എല്ലാവർക്കും. പക്ഷെ അവിടെ എത്ര വിളക്ക? ആയിരക്കണക്കിന് വിളക്ക. അത് ഇസ്രാഫ? അത് ഹറാമ? ജനദൃഷ്ടിയിൽ മസ്ജിദ് നബവിയോടൊരു ആദരവുണ്ടാവാനാണ്. അങ്ങനെ ജനദൃഷ്ടിയിൽ ആദരവുണ്ടാവാനും അങ്ങനെ തബറുക്കിനെ പ്രസിദ്ധപ്പെടുത്താനും ലക്ഷ്യമാക്കിക്കൊണ്ട് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. അതാണ് നമ്മൾ എല്ലാ മക്കാമുകളിലും നടന്നു വരുന്നത്. മനസ്സിലായി? അപ്പൊ പിന്നെ ആകെയുള്ള അവരെ ചോദ്യം, ഇന്നത്തെ കാലത്ത് പിന്നെ ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലത്തും എന്താ കുഴപ്പം? കുറെ ഇലക്ട്രിക് ബൾബുകൾ കത്തുന്നോടൊപ്പം ഒരു വിളക്കുവാണ് കത്തിച്ചോണ്ടോ കുഴപ്പം? അതല്ലേ ശംസുലമ്മ ചോദിച്ചത്. മസ്ജിദുൽ നബവിയിൽ 10 ഹാലോജൻ വിളക്കുണ്ടായാൽ തന്നെ അവിടെ പ്രകാശപൂരിതമാവും. പക്ഷേ അവിടെ ആയിരക്കണക്കിന് ബൾബുകൾ എന്തിനാ എന്നതുപോലെയാണ്. അപ്പോ പരിശുദ്ധ റൗള ഷരീഫിനെയും അത് നിലകൊള്ളുന്ന മസ്ജിദ് നബവിയെയും എത്ര പ്രൗഢിയിലാണ് നിലനിർത്തി സംരക്ഷിക്കപ്പെടുന്നത്. അതിന്റെ മഹത്വം മറ്റുള്ളവർക്ക് കാഴ്ചയിൽ തന്നെ അനുഭവപ്പെടാക്കണോ? അതിന്റെ മഹത്വം മറ്റുള്ളവർക്ക് കാഴ്ചയിൽ തന്നെ അനുഭവപ്പെടുമാറ് അവ സംരക്ഷിക്കപ്പെടുന്നു. അപ്രകാരം തന്നെയാണ് മഹാന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളും അവയെ അർഹമായ മഹത്വത്തോടെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കടമ മാത്രമാണ് എന്ന് മഹാനായ ശംസുലമായി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവിടുത്തെ പ്രസിദ്ധമായ ലേഖനത്തിൽ പറഞ്ഞ ഒരു ഭാഗമാണ് വായിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിലവിളക്ക് കൊളുത്തൽ അനിസ്ലാമികം എന്ന് സമസ്തയുടെ പത്രപ്രസ്താവനയിലുള്ളത് നിരുപാധികം ആണെന്ന് വിചാരിക്കണ്ട. ഒരു സന്ദർഭത്തോട് ഇടപെട്ടുകൊണ്ട് പറയുമ്പോൾ ആ കരീനത്തുൽ ഹാൽ, ആ സന്ദർഭം എന്ന സാഹചര്യം അതുമായി അതിനെ കൂട്ടി ഘടിപ്പിക്കേണ്ടതാണ്. അല്ല നിലവിളക്കത്തെ അനിസ്ലാമികം എന്നാണ് സമസ്തക്കാർ പറഞ്ഞത് എന്നാണ് പറയണ്ട. അത് പ്രത്യേക സാഹചര്യത്തിൽ. ഏതാണ് സാഹചര്യം? നമ്മൾ അബ്ദുൾ റബ്ബ് തിരുവനന്തപുരത്ത് എന്തോ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. അതിൽ നമ്മളെ മമ്മൂട്ടി സാറ് എന്ത് ചെയ്തു? കൊളത്തി. അബ്ദുൾ റബ്ബ് കൊളത്തിയില്ല. അപ്പൊ മമ്മൂട്ടിയാണോ വലിയ ആളായി? ഞാനും നിസ്കരിക്കാറുണ്ട്, ഞാനും നോൻപെൽക്കാറുണ്ട്, എന്താ പനി കുഴപ്പം? അപ്പൊ എന്താണ് കുഴപ്പം എന്ന് പറയുന്നത്? ചാനലുകാർ അത് അതേമാതിരി പകർത്തി അതങ്ങനെ ചർച്ചയാക്കി. പിന്നെ ഭയങ്കര ചർച്ച. അവർ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട തന്നെ അവർ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും സമുദായ നേതാക്കന്മാർ കൂടിയാണെന്നുള്ള കാര്യം മറന്നുകൊണ്ട് അത് വ്യക്തിപരമായ കാര്യമാണ്. വ്യക്തികൾക്ക് അവരവർക്ക് അവരവരുടേതായ രീതികൾ സ്വീകരിക്കാം എന്ന രൂപത്തിൽ ഔദ്യോഗികമായ വേദികളിൽ അതൊരു ചർച്ചയാക്കി. ആ ചർച്ചയ്ക്ക് മൗനം അവലംബിച്ചുകൊണ്ട് നാം അംഗീകാരം കൊടുത്താൽ ഭാവിയിൽ അതേ ആളുകളുടെ പ്രസ്ഥാനത്തിന്റെ പ്രാദേശികമായ യൂണിറ്റിന്റെ ഒരു സമ്മേളനം തുടങ്ങുമ്പോൾ പോലും സാധാരണ ബിസ്മി ഫാത്തിയൊക്കെ ഓതിക്കാണ്ട് നമ്മളെ പിന്നെ സർഫുദിനാജിയെ പോലത്തെ ആൾക്കാരൊക്കെ ഫാത്തി ഓതിക്കാണ്ട് വേറെ കാണാൻ തുടങ്ങല്. അവരൊക്കെ പിന്നെ എന്ത് ചെയ്യും? നിലവിളക്ക് കത്തിച്ചുള്ള പരിപാടി വരും. അങ്ങനത്തെ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം മുന്നിൽ കണ്ടുകൊണ്ട് ഇറക്കിയ ഫത്വയാണ് നിലവിളക്ക് കത്തിക്കുന്ന ഇസ്ലാമികൾ. അപ്പൊ അവിടെ ഏതാണ് അവർക്ക്? ഉദ്ഘാടന ചടങ്ങുകളിൽ കത്തിക്കപ്പെടുന്ന ഇന്ന് കാണുന്ന ഇവർക്ക് കത്തിക്കലാണ്. ഈ അതിനോട് തികച്ചും വിയോജിപ്പുള്ള രൂപത്തിലാണ് വിളക്കുകൾ സ്ഥാപിക്കുന്നതും ഉദ്ഘാടനം നിർവഹിക്കുന്നതെങ്കിലും
അതും ശരിയല്ല. കാരണം തീ കൊണ്ടുള്ള ആ മംഗളങ്ങൾ ശരിയല്ല. തീ കൊണ്ടുള്ള മംഗളം തഫാവുലുണ്ടല്ലോ, അത് കബീഹാണ്, അത് ചീത്തയാണ്, ഒഴിവാക്കേണ്ടതാണ്. പിന്നെ മംഗള കാര്യങ്ങൾക്കല്ലാതെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതൊക്കെയാണ് ആവശ്യങ്ങൾ? ഒന്നിരിക്കൽ സിയാറത്തിന് വരുന്ന ആളുകൾക്ക്, അപൂർവമായിട്ടെങ്കിലും സിയാറത്തിന് വരുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക, അല്ല വെളിച്ചമാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ആ മഹാന്റെ മക്കാം ഒരു മഹാന്റെ മക്കാമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്, ബർക്കത്തെടുക്കപ്പെടേണ്ടതാണെന്നുള്ളതിലേക്കുള്ള വിളംബരം നൽകുക എന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഹറാമില്ല, കറാഹത്തില്ല, മുത്ലഖൻ ജായിസാണ്. അതാണ് അതിന്റെ കർമ്മശാസ്ത്ര വീക്ഷണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് മാത്രം ഉണർത്തുകയാണ്. ആവർത്തിച്ചൊരു കാര്യം കൂടി പറയാനുള്ളത്, ഫതാവൽ കുബറയിൽ പറഞ്ഞത് ആഘോഷകർമ്മങ്ങളിലുള്ള ആഭിമുഖ്യപ്പെടലാണ്. അതേസമയത്ത് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് അമുസ്ലിമീങ്ങളെ ആരാധനപരമായ വേർതിരിവിനെ അടയാളപ്പെടുത്തുന്ന കാര്യമാണ്. അത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഫതാവൽ കുബറയുടെ ഇബാറത്ത് കൊണ്ട് മറുപടി ശരിയാക്കുന്നത് ഒരിക്കലും ശരിയല്ല, അത് തെറ്റാണ് എന്ന് മാത്രമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതൊക്കെ സാലിഹായവനായി സ്വീകരിക്കട്ടെ എന്ന് പറയുന്നു. പിന്നെ ഇവിടെ ചോദ്യങ്ങൾ, ഏതാനും ചില ചോദ്യങ്ങൾ വന്നത് മാത്രം ഞാനിവിടെ വായിച്ചതിന് മറുപടി പറയാം. വലിയന്റെ പേരിൽ വീടുകളിൽ കാണുന്ന പെട്ടി, വലിയ ഔലിയാക്കള് മഹാന്മാരുടെ പേരിൽ വീടുകളിൽ വെക്കുന്ന പെട്ടി, അതിൽ കാശിടുന്നതിന്റെ വിധി, അതൊക്കെ ഈ പറഞ്ഞതിന്റെ വിധി, നേരത്തെ പറഞ്ഞതിന്റെ വിധി. ആ പെട്ടിയിൽ കാശിടുമ്പോ അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കാശ് നേരെ ആ കബറിലുള്ള വലിയന് കൊണ്ടു കൊടുക്കണം എന്നാണോ? എന്നാ അത് നേർച്ച സഹിയാവൂല, ആ വഖഫും സഹിയാവൂല. ആ പെട്ടിയിൽ കാശിട്ടുകാണ്ട് അയാളായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം എന്നാണോ? എന്നാലും ആ നേർച്ചയും വഖഫും സഹിയാവൂല. ആ പെട്ടിയിൽ കാശിട്ട് അത് ആ കാശ് അദ്ദേഹത്തിന്റെ അവകാശികളായ ആളുകളോ അല്ലാത്ത ആളുകളോ അത് ഉപയോഗിക്കാൻ വേണ്ടി പെട്ടി തുറന്ന് എടുക്കും എന്നതാണ് അവിടെ കീഴടക്കമെങ്കിൽ ആ ഉദ്ദേശം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശമില്ല, വെറുതെ വെച്ചിട്ട് അത് പക്ഷെ ഇങ്ങനെ ചെലവാക്കുന്ന രീതികൾ അവിടെ നടന്നു പോരുന്നുണ്ട്, എന്നാൽ ആ നേർച്ച സഹീഹാണ്, വഖഫും സഹീഹാണ്. ഇനി നേർച്ചയും വഖഫും അല്ലാതെ വെറുതെ എത്തുകയാണെങ്കിലോ അത് മറ്റേ വലിയൊരു മിൽക്കാറ്റി കൊടുക്കുക എന്നാണെങ്കിൽ അതൊരു വെറുമ്പടിയാണ്. അല്ല, അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ വലിയന്റെ മക്കളായ പിന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളോ അല്ലാത്ത ആളുകൾക്കൊക്കെ അവർക്ക് വേണ്ടി സദഖ ചെയ്യുക എന്നാണ് ഉദ്ദേശമെങ്കിൽ അതൊരു പുണ്യകർമ്മമാണ്. അത് കുർബത്തിൽ അതൊരു പുണ്യകർമ്മമാണ്. ആ വീടുകളിൽ വെച്ച പെട്ടിന്റെ വിധി അതന്നെയാണ്. വീടുകളിൽ വെച്ച വലിയന്റെ പേരിൽ വീടുകളിൽ വെക്കുന്ന പെട്ടി, അതിൽ കാശിടുന്നതിന്റെ വിധി, ആ പെട്ടിയിൽ ഇടുന്ന കാശ് കൊണ്ട് സദഖ ചെയ്യുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ അത് കുർബത്തിൽ, അത് ഒരു തരം പുണ്യകർമ്മമാണ് എന്നാണ് ഇതിന്റെ വിധി. പിന്നെ നല്ലൊരു ചോദ്യമാണ്. അശോക ചക്രം ബുദ്ധമത ചിഹ്നമാണല്ലോ, അതുള്ള ഇന്ത്യൻ പതാക നിർബന്ധിതാവസ്ഥ ഇല്ലാതിരുന്നിട്ട് നമ്മുടെ മദ്രസകളിൽ ഓഗസ്റ്റ് 15 ഉയർത്തുന്നതിന് എന്ത് ന്യായമാണ് നാം പറയുക? ഈ അടുത്ത കാലത്താണ് നമ്മുടെ മദ്രസയിലും അത് തുടങ്ങിയത്. അശോക ചക്രം ഇന്ന് നമ്മുടെ അശോക ചക്രമാണോ ഉള്ളത്, അശോക ചക്രത്തിന്റെ ഫോട്ടോ ഉള്ളത്? ശരിക്കും മനസ്സിലാക്കണം. ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടി അത് നമ്മൾ ആ ചരിത്രം ശരിക്കും പരിശോധിക്കണം. ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടിയാണോ 24 ആരക്കാലുള്ള അശോക ചക്രം, അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി. അതിൽ മനസ്താപം തോപ ഉണ്ടായിക്കാണ്ട് പിന്നെ അയാൾ നന്നായി, അയാൾ അഹിംസയുടെ വക്താവായി മാറി, അയാൾ ബുദ്ധമതം സ്വീകരിച്ചു. ആ ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടിയാണോ താനിത് ചെയ്തത്, അതോ സനാതനമായ മറ്റു ചില മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ ഇത് ചെയ്തത് എന്നുള്ള ചരിത്രം വായിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറഞ്ഞു നടത്താത്തതുകൊണ്ട് അത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നില്ല. വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ബുദ്ധമത പ്രചാരണത്തിന്റെ വേണ്ടി അതിന്റെ ഒരു ചിഹ്നമായിട്ട് ബുദ്ധമത ചിഹ്നമാണ് അശോക ചക്രം എന്ന് വാദത്തിന് വേണ്ടി വാദിച്ചാലും അശോക ചക്രവും അശോക ചക്രത്തിന്റെ ഫോട്ടോവും ഒരുപോലെയാണ്. ഇന്ത്യൻ പതാകയിൽ അശോക ചക്രം ഉള്ളത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യൻ പതാകയിൽ അശോക ചക്രത്തിന്റെ ഒരു സിംബലാണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഭാഗത്തിന്റെ മതചിഹ്നങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് അതിൽ മുഖാലഫത്ത്, വിയോജിപ്പ് വരുത്തുകയാണെങ്കിൽ,
മുഖാലഫത്ത് വരുത്തുമ്പോൾ അവിടെ തശബ്ബുഹില്ല എന്ന് പറഞ്ഞില്ലേ? മുശാബഹത്തിന് പകരമാണ് മുഖാലഫത്താണുള്ളത്. മുകളിൽ കുങ്കുമ വർണ്ണം, നടുവിൽ ധവളവർണ്ണം, താഴെ ഹരിതവർണ്ണം. ഇങ്ങനെ 3 വർണ്ണങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പൊ അതിനെപ്പറ്റി ബുദ്ധമത ചിഹ്നം എന്ന് ബുദ്ധമതക്കാർക്ക് പോലും അഭിപ്രായമല്ല. ഇന്ത്യൻ പതാകയിലുള്ള അശോക ചക്രം ഞങ്ങളെ ചിഹ്നമാണ് അവർക്ക് പോലും അഭിപ്രായമല്ല. കാരണം വക്രീകരിച്ചപ്പോ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ചിഹ്നം എന്ന് വിചാരിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരിക്കാം നമുക്കൊരു ചിഹ്നം. മുസ്ലിം ലീഗിൽ ഒരു ചിഹ്നമുണ്ട്. എന്താ ചിഹ്നം? നക്ഷത്രം, സ്റ്റാറുള്ള ഒരു നക്ഷത്രവും ഒരു ചന്ദ്രക്കലയും. ആ ചന്ദ്രക്കലന്റെ ഒപ്പം ഒരു സൂര്യനും കൂടി കൊടുത്താൽ നിങ്ങളെ ചിഹ്നാന്ന് പറയോ? എന്താ പറയാത്തത്? അത് പറയില്ല. എന്നമായ ഇന്ത്യൻ പതാകയിൽ മുകളിൽ കുങ്കുമ വർണ്ണവും, മധ്യത്തിൽ ധവളവർണ്ണവും, താഴെ ഹരിതവർണ്ണവും, അതിന്റെ ഇടയിൽ ചക്രമല്ല, ചക്രത്തിന്റെ ഫോട്ടോ ആണുള്ളത്. ചക്രം വേറെ, ചക്രത്തിന്റെ ഫോട്ടം വേറെ. അത് രണ്ടാണ്. ഗാന്ധിജിന്റെ പ്രതിമ മതചിഹ്നമല്ല, മതചിഹ്നമല്ല, അത് രാഷ്ട്രചിഹ്നമാണ്. രാഷ്ട്രചിഹ്നത്തിന് കുഴപ്പമില്ല, രാഷ്ട്രചിഹ്നത്തിന് കുഴപ്പമില്ല. അപ്പൊ ചുരുക്കത്തില് ഇത് പറയുന്നത് ഈ ചോദ്യം പ്രസക്തം പറയാൻ കാരണം ഫേസ്ബുക്കിൽ നമ്മുടെ ഫൈസി അദ്ദേഹം ഇതാണ് ഉദാഹരിച്ചത്. അശോക ചക്രം മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ബുദ്ധമത ചിഹ്നമാണല്ലോ. മദ്രസകളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പതാക, ദേശീയ പതാക നമ്മൾ ഉയർത്തുന്നുണ്ടല്ലോ. അതിനുള്ള മറുപടി പറഞ്ഞത് അശോക ചക്രം ഉയർത്തുന്നില്ല. ഒന്ന്. രണ്ടാമത് അശോക ചക്രത്തിന്റെ ഫോട്ടോ, ആ ഫോട്ടോ മുകളിൽ കുങ്കുമവർണ്ണവും മുകളിൽ പച്ച, ഇങ്ങനെയുള്ളത്. ദേശീയ പതാകനെ ശരികരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഇന്റർനെറ്റിൽ കേൾക്കുന്നുണ്ട്, പോലീസ് കേസെടുക്കും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മുകളിൽ കുങ്കുമവും നടുവിൽ വെള്ളയും അടിയിൽ പച്ചയും, ഈ ഒരു രൂപത്തിൽ അശോക ചക്രത്തിന്റെ ഫോട്ടോ വരച്ചാൽ അത് ബുദ്ധമത ചിഹ്ന? ആരെ പറഞ്ഞത് ബുദ്ധമത ചിഹ്നാണെന്ന്? അത് ബുദ്ധമത ചിഹ്നമല്ല. അതാണ് നമ്മൾ നേരത്തെ കല്ലുടേമാരുടെ ആ ചിയേഴ്സിനെ പറ്റി പറഞ്ഞില്ലേ? കല്ലുടേമാര് ചിയേഴ്സ് പറഞ്ഞുകാണ്ടുള്ള ആ ഒരു ശൈലിയിൽ കാവ് കുടിച്ചാണെങ്കിൽ ഹറാമാണ്, അല്ലാത്ത കോലത്തിലാണെങ്കിലും ഹറാമില്ലായിരുന്നില്ലേ? ഇനി കാവാന്നുള്ളത് കല്ലിന്റെ പേരായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ? ഒന്ന്. രണ്ട്. മൂന്നാമതായിട്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരമുള്ള ഗവൺമെന്റ് ഒരു നിയമം ഇവർ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ നിയമത്തിനെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടൊരു സംഗതി ആയതുകൊണ്ട് അത് ഒരിക്കലും തന്നെ ഗൈറു മഖീസാണ്. അത് ഖിയാസാക്കപ്പെടാൻ പറ്റില്ല, അല്ലേ? പിന്നെ അടുത്തത്, നിലവിളക്ക് കൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ ശിർക്ക് വരുമോ? ഓൺലൈൻ നിലവിളക്ക് കൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ ശിർക്ക് വരുമോ? നിലവിളക്ക് കൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ അത് അമുസ്ലിമീങ്ങൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഉദ്ഘാടന വേദികളിൽ കാട്ടിക്കൂട്ടുന്ന രൂപത്തിലുള്ള ഉദ്ഘാടനമാണെങ്കിൽ ആ ഉദ്ഘാടന കർമ്മം അമുസ്ലിമീങ്ങളുടെ ഐഡന്റിറ്റിയാണ്, അവരുടെ ആരാധനയുടെ ഭാഗമാണ്. അതൊരു മുസ്ലിം നിർവഹിക്കുകയും അത് മുസ്ലിമീങ്ങൾ ഒറ്റക്കല്ലാതെ അമുസ്ലിമീങ്ങളുടെ ആരാധനയായിട്ട് വണക്കത്തോടുകൂടി ചെയ്യുന്ന ആ സ്ഥലത്ത് അവരുടെ കൂട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മുർത്തദ്ദായി പോകും. മുർത്തദ്ദായി പോകും. ഗൗരവമുള്ള വിഷയമാണത്. അത് വ്യക്തിയുടെ കാര്യമല്ലേ, അത് കുടിയിൽ പോയി പറയേണ്ട കാര്യമല്ലേ? അത് നമുക്ക് വാടകയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയല്ല. അതേസമയത്ത് അയാൾ അങ്ങനെ ചെയ്യുന്നില്ല, അവിടെ പങ്കെടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തു, അവരുടെ കൂട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്നാൽ അവരുടെ കുഫറിന്റെ പ്രവർത്തനത്തിൽ ആഭിമുഖ്യം പുലർത്തുന്നു എന്നോ അവരുടെ മതത്തോട് താല്പര്യപ്പെടുന്നു എന്നോ മനസ്സിലില്ലെങ്കിൽ കാഫിറാവില്ല. അതേസമയത്ത് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കപ്പെടുന്ന നിലവിളക്ക് കൊളുത്തലാണെങ്കിൽ ആ ആഘോഷം എന്ന നിലക്കാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഹറാമാണ്. ഒന്ന് മനസ്സിലില്ലെങ്കിലോ കറാഹത്താണ്. യാഗല്ലേ യോഗ എന്നുള്ളത് അതിനെപ്പറ്റി പഠിച്ചു വരാം. ഓണാഘോഷം അമുസ്ലിം ആഘോഷമാണെന്നാ? ഏതുകൊണ്ടിരാ പറഞ്ഞത്? പല ആൾക്കാരും പലതും പറഞ്ഞു. അതെ, എക്സസൈസ് യോഗ എന്നുള്ളവർക്ക് എക്സസൈസ് ചെയ്യേണ്ട. യോഗ എന്നുള്ളത് ഹൈന്ദവ ആചാര്യന്മാരുണ്ടാക്കിയൊരു വിഷയമാണ്. നമുക്ക് പിന്നെ പറയാം. പിന്നെ അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് നിലവിളക്ക് മാത്രം
തഫാവുലും പിന്നാർ മോശമാണല്ലോ. അതിനാൽ തന്നെ സാധാരണ മക്ബറുകളിൽ കണ്ടുവരുന്ന വിളക്കുകളെ തീയിന് പകരം ഇലക്ട്രിക് ബൾബുകൾ ഉപയോഗിക്കുന്നതല്ലേന്ന്. അത് തഫാവുലല്ല. ഇസ്തിമാലും പിന്നാർ മോശമല്ല. ഇസ്തിമാലും നാർ മോശമല്ല. എന്തുകൊണ്ട്? കമസലി സിറാജ് യുദീഉ ലിന്നാസ് വയുഹ്രിഖു നഫ്സഹു. വിളക്കിന്റെ ദൗത്യം അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് ഒരു ആലിം നിർവഹിക്കുന്ന ദൗത്യമാണ്. മസലുല്ലദീ യുഅല്ലിമു الناس الخير كمثل السراج يضيء للناس ويحرق نفسه. ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമിന്റെ ഉപമ വിളക്ക് പോലെയാണ്. ആ വിളക്ക് ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്നു, അത് സ്വയം കത്തി തീരുന്നതോടൊപ്പം. അപ്പോ തഫാഉലാണ് കബീഹായത്. അപ്പൊ ഇലക്ട്രിക് ബൾബ് ഉള്ളതോടുകൂടി തന്നെ മണ്ണെണ്ണ വിളക്ക് അവിടെ കത്തിച്ചാൽ അവിടെ തഫാവുലാണോ എന്ന കബീഹാണ്, ഇസ്തിമാലാണോ അനുവദനീയാണ്. അപ്പൊ തഫാവുല് കബീഹല്ലേ? അപ്പൊ പിന്നെ ഇലക്ട്രിക് ബൾബ് ഉണ്ടാവുമ്പോൾ എന്തിനാ കത്തിക്കുന്നത്? അത് തഫാവുലല്ല, അത് ഇസ്തിമാലാണ്, വിളക്ക് ഉപയോഗിക്കലാണ്, അത് കബീഹല്ല. പിന്നെ അടുത്ത ചോദ്യം, പള്ളി, ശ്രീകൃഷ്ണൻ, യേശു ക്രിസ്തു എന്നീ സംഗമത്തിന് ഫോട്ടോ എന്താണ്? പള്ളിയെന്നോ? പള്ളി, ശ്രീകൃഷ്ണൻ, യേശു ക്രിസ്തു എന്നീ സംഗമത്തിന്റെ ഫോട്ടോ ബസ്സുകളിൽ സ്ഥാപിക്കലും വീട്ടിൽ വെക്കലും ശരിയാണോ? ശരിയല്ല. ചോദ്യം ആ സംഗമത്തിന് പള്ളി, ശ്രീകൃഷ്ണൻ, യേശു ക്രിസ്തു എന്നീ സംഗമത്തിന്റെ ഫോട്ടോ ബസ്സുകളിൽ സ്ഥാപിക്കലും വീട്ടിൽ വെക്കലും ശരിയാണോ? ശരിയല്ല. ഒന്നാമത് ഫോട്ടോ എന്നുള്ളത് തന്നെ ശരിയല്ല. രണ്ടാമത് അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ അല്ലേ, അത് നമ്മുടെ പള്ളിയുമായിട്ട് കൂട്ടിക്കടിച്ചുകൊണ്ടുള്ള ആ ഫോട്ടോ നമ്മുടെ ബസ്സുകളിൽ വെക്കാനേ പാടില്ല. തെറ്റാണ്. ഇവിടെ ഒരു വിഭാഗത്തിന്റേത് മാത്രമാണെന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലേ? ഒരു വിഭാഗത്തിന്റേതു മാത്രമാണെന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടല്ലോ. അത് നല്ലൊരു ചോദ്യമാണ്. ബുദ്ധിയുള്ള ആൾക്കാർ മുന്നിലിരുന്ന കുഴപ്പമാണ്. നല്ല ചോദ്യങ്ങൾ വരും. അതായത് നമ്മളിപ്പോ നമ്മളെ വീട്ടിലോ ബസ്സിലോ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു ഇത് വെച്ച് കാണ്ട് ഒരു ഫോട്ടോ വെച്ചു, എന്നാ അത് ഹിന്ദുക്കളോട് സാദൃശ്യമാവനാണ്. ശ്രീകൃഷ്ണന്റെയും പള്ളിയുടെയും ഫോട്ടോ വെച്ചു, എന്നാലോ എന്നപ്പോ അവരോട് സാദൃശ്യമാകല, അവരോട് വിയോജിപ്പാകലാണല്ലോ ഉള്ളത്. അപ്പൊ അത് പിന്നെ തശബ്ബുഹ് എന്ന നിലക്കുള്ള പ്രശ്നം അവിടെ വരൂല. പക്ഷേ തശബ്ബുഹ് എന്നുള്ള പ്രശ്നം വരൂലെങ്കിലും വേറെ ഏതെങ്കിലും നിലക്ക് അവിടെ പ്രശ്നം വരേണ്ടതാണ് അല്ലേ? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ സിറായത് ഇബാർത്ത് നമ്മൾ മുന്നിലില്ലാത്തതുകൊണ്ടാണ് ഇബാർത്ത് വെച്ച് പറയാത്തത്. എങ്കിലും ഈ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശനിയാഴ്ചയും ഞായറാഴ്ചയും നോമ്പ് നോറ്റാൽ ആളുകളുടെ ദൃഷ്ടിയിൽ അത് ജൂതന്മാരുടെ താലീമിന്റെ ഭാഗമാണെന്നും വരൂല, ക്രിസ്ത്യാനികളുടെ താലീമിന്റെ ഭാഗമാണെന്നും വരൂല. അതൊരു മുസ്ലിമീങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ട് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ആ മുഖാലഫത്ത് ഉണ്ടായതിൽ അവിടെ തശബ്ബുഹ് ഇല്ല എന്ന് പറയാൻ കാരണം. മുഖാലഫത്ത് എന്ന് പറഞ്ഞാൽ തശബ്ബുഹിനോട് മുആറള ചെയ്യുന്ന മുഖാലഫത്തായിരിക്കണം. ഞാൻ പറഞ്ഞ ഈ ചോദ്യം കൊടുത്തയച്ചാലോടാ പറയുന്നത്. മുസ്ലിമികളുടെ ആചാരങ്ങളോട് താദാത്മ്യപ്പെടുത്തുന്നതിനെ പൂർണ്ണമായിട്ട് ലംഘിക്കുന്ന വിധത്തിലുള്ള മുഖാലഫത്തായിരിക്കണം, വിയോജിപ്പായിരിക്കണം. അതേസമയത്ത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോവും യേശുക്രിസ്തുവിന്റെ ഫോട്ടോവും പള്ളിയുടെ ഫോട്ടോവും സംയുക്തമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അയാളെ പറ്റി എന്താ മനസ്സിലാക്കുക? അയാള് അവരുടെ മതത്തിനോട് താല്പര്യമില്ലാത്ത ആളാണെന്നല്ല വരിക. എനിക്ക് എന്റെ മതത്തോടും താല്പര്യമുണ്ട്, അവരുടെ മതത്തോടും താല്പര്യം എന്തുകൊണ്ടാ വരിക അല്ലേ? അതൊക്കെ കരീനത്തുൽ ഹാലെന്ന് വരേണ്ട കാര്യങ്ങളാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും നോമ്പ് നോറ്റാൽ പൂർണ്ണമായിട്ട് അവരുടെ മതത്തോട് വിരോധം പുലർത്തി എന്നാണ് വരുന്നതെങ്കിൽ ഈ 3 ഫോട്ടോകളും ഒരേപോലെ സ്ഥാപിച്ചാൽ മൂന്നിനോടും എനിക്ക് നല്ല താല്പര്യം തോന്നാവില്ല. സൗഹാർദ്ദം അല്ലെങ്കിൽ എന്താണ് സർവമത സത്യവാദം, സർവമത സത്യവാദമൊക്കെയാണ് ഇതിൽ വരിക.
അപ്പോ തശബ്ബുഹിനെ പൂർണ്ണമായി ലംഘിക്കുന്ന വിധത്തിലുള്ള മുഖാലഫത്താണ് ഫുഖഹാക്കൾ മുഖാലഫത്തായി പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് തശബ്ബുഹിനെ ശക്തിപ്പെടുത്തുകയോ അതല്ലെങ്കിൽ തശബ്ബുഹിനെ പൂർണ്ണമായി ലംഘിക്കുകയോ ചെയ്യാത്ത രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. പിന്നെ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന പൂക്കള മത്സരത്തിന്റെ വിശദീകരണം. പൂക്കള മത്സരത്തിന് കുഴപ്പമില്ലല്ലോ. സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന പൂക്കള മത്സരത്തിന് എന്തിനാ കുഴപ്പം? ഓണത്തിനെന്ന് പറയാൻ എഴുതിയിട്ടില്ല. ചോദ്യത്തിനാണ് മറുപടി വരിക. അത് ഓൺലൈൻ ചോദ്യമല്ലേ. പിന്നെ അതായത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ പൂക്കളം നല്ല ശ്രദ്ധിക്കണം. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നതെങ്കിൽ അത് കുഫറിന്റെ ആഘോഷം അതിൽ പങ്കെടുക്കുന്നു എന്നാണ് ലക്ഷ്യമെങ്കിൽ ആള് കാഫിറായി പോകും. അതേസമയത്ത് കുഫറിന്റെ ആഘോഷം എന്ന് ചിന്തിക്കാതെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നാണെങ്കിൽ ആളെന്താവില്ല, കാഫിറാവൂലെങ്കിലും ഹറാമാണ്. ഇതൊന്നും ഉദ്ദേശിക്കാതെ കേവലം ഹിന്ദുക്കൾ അവിടെ അവരെ വീട്ടിലൊക്കെ പൂക്കളം വെക്കുമ്പോൾ നമുക്ക് പറഞ്ഞ മത്സരം വെക്കുക. അപ്പോ ഒരു റൈസം വല എന്താ പറയുന്നത്, റൈസം വല അസരം വല റൈസൻ, തലയാലും മൊരടാലും ഒരു നിലക്കും തശബ്ബുഹ് ഉദ്ദേശിക്കാതെയാണ് പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നതെങ്കിൽ ഫലാശയ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ മത്സരം പറയണത് നമ്മളെ മനസ്സിലേ അതുണ്ടാവുള്ളൂ. ആഘോഷിക്കുന്ന കുട്ടികളെ മനസ്സിലോ അതിൽ നേതൃത്വം വഹിക്കുന്ന ഉസ്താദ്മാരല്ല ടീച്ചർമാരുടെ മനസ്സിലോ അത് ഉണ്ടാവില്ലട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഈ മുടിനായയെ കീറിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതൊന്നും നാടന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സമസ്തയുടെ പത്ത് തന്നെ അനിസ്ലാമികം. അതെ, നമ്മൾ തെറ്റുകാരാണ്. സ്കൂളുകാർക്ക് ഇപ്പൊ അത് ഓണാഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ള തന്നെ ലക്ഷ്യം. സ്കൂളുകാർക്ക് ഇത് ഓണാഘോഷം എന്നുള്ള തന്നെയാണ്. അതിനെ ദേശീയവൽക്കരിച്ചത്. അപ്പൊ അവൾ സ്കൂൾ കുട്ടികളെ പറഞ്ഞേക്കാൻ പാടില്ല, തെറ്റാണ്. പിന്നെ നിലവിളക്ക് മറ്റു മുസ്ലിം ആചാരപ്രകാരം ഒന്നിച്ചു ചെയ്താൽ അത് മുഖാലഫത്തല്ലേ? നിലവിളക്കും അതായത് നമ്മളിപ്പോ എന്ത് ചെയ്തു, ഹിന്ദുക്കള് ഒരു ഉദ്ഘാടന വേദി, ആ ഉദ്ഘാടന വേദി നമ്മൾ ഫാത്തിഹ ഓതുകയാണ് സാധാരണ ഉദ്ഘാടനം. നമ്മളിപ്പോ ഇത് ഈ സദസ്സ് ഈ ചർച്ചാവേദി ഉദ്ഘാടനം ചെയ്തത് നമ്മളിപ്പോ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരം കാണാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ കാട്ടുന്ന മാതിരി ആ നിലവിളക്ക് കൊടുന്നു, മാല ചാർത്തി, അങ്ങനെ പ്രത്യേക ചൂടുകളൊക്കെ നടത്തി, നല്ല വണക്കം നടത്തി, വലത്തെ കയ്യിൽ നിന്ന് തിരി ഇടത്തെ കൈയിലേക്ക് കൊടുത്ത് വളരെ ഭവ്യതയോടുകൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അത് കത്തിച്ചു. അപ്പോ ഇത് മുഖാലഫത്താണോ അല്ലേ എന്നുള്ളതാണ്. അത് മുഖാലഫത്തല്ല, അത് മുഖാലഫത്താണ്. രണ്ടും കൂടി കൂട്ടിക്കുഴക്കലാണ്. അത് എങ്ങനെ അതിനെ വിലയിരുത്തുന്നു എന്നുള്ളത് നോക്കണം. മുവാഫക്കത്തല്ല അവിടെ നമ്മൾ ആ പരിപാടിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഉറുഫാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. അതിനെ ഒരു മനുഷ്യബുദ്ധി എന്താണ് മനസ്സിലാക്കുക, ആ മുസ്ലിമീങ്ങളുടെ ആചാരത്തിനെ ഒരു വിയോജിക്കുന്നു ഞാൻ എന്നല്ല മനസ്സിലാക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ആചാരവും അമുസ്ലിമീങ്ങളുടെ ആചാരവും കൂട്ടിക്കുഴക്കുന്നു എന്നാണ് അതിൽ കിട്ടുക. ആ രൂപത്തിലാണെങ്കിൽ തെറ്റാണ്. അപ്പൊ അത് തശബ്ബുഹിൽ നിന്ന് അവിടെ രക്ഷപ്പെടുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം, കുട്ടികളുടെ ബർത്ത്ഡേ ദിവസത്തിൽ മെഴുകുതിരി കത്തിച്ച് കേക്ക് മുറിക്കുന്നതിന്റെ വിധി. അത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇസ്ലാമിൽ ബർത്ത്ഡേ ആഘോഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമല്ലാത്ത ഒരു ബർത്ത്ഡേ ആഘോഷമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബർത്ത്ഡേ ആഘോഷം തന്നെ ഇല്ല. അങ്ങനെ ആഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ കേക്ക് മുറിച്ചുകാണ്ട് എന്താ പറയാ ക്രിസ്ത്യാനികളെ കാട്ടുന്ന ആ പരിപാടി മുസ്ലിമുകൾ ചെയ്യാൻ പാടില്ല. തെറ്റാണ്. പിന്നെന്താണ് അടുത്ത ചോദ്യം, തശബ്ബുഹ് ഉദ്ദേശ്യമില്ലെങ്കിൽ മറ്റുള്ളവരുടെ ആചാരങ്ങൾ പെട്ടുപോയാൽ, പെട്ടുപോകുക പറഞ്ഞാല് മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ പെട്ടുപോയാൽ, അത് യാദൃശ്ചികമായിട്ട് അവിടെ പങ്കെടുത്തു പോയാൽ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക. ആ ആചാരങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടായിട്ട് വർഗീകരിക്കണം. അത് അന്യമതസ്ഥരുടെ അവരുടെ മതത്തിന്റെ ചിഹ്നമായ ആചാരമാണെങ്കിൽ, ഉദാഹരണം നിലവിളക്ക് ഉദ്ഘാടന വേദികളിൽ കൊളുത്തുന്ന ആ രൂപം, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ അന്യമതസ്ഥരുടെ ആ മതത്തെ വേർതിരിക്കുന്ന ആചാരമാണെങ്കിൽ അത് നമ്മൾ പെട്ടുപോയാൽ
പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ അറിയാതെ പെട്ടുപോകുകയാണെങ്കിൽ നമ്മൾ എല്ലാം അവിടെ നിന്ന് ഊരിപ്പോരുക വേണ്ടത്. അല്ല അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കല്ല വേണ്ടത് കേട്ടോ. അല്ലാത്ത അവരുടെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, സന്തോഷവേളകൾ, അതിലവർ ചെയ്യുന്ന ആചാരങ്ങളിൽ നമ്മൾ പെട്ടുപോയതാണെങ്കിലോ, ആ പെട്ടുപോയതാണെങ്കിൽ അതിൽ നമുക്കൊരു സന്തോഷവും താല്പര്യവും തോന്നുകയാണെങ്കിൽ കാഫിറാവും. അല്ല, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നതാണെങ്കിൽ ഹറാമാകും. ഒന്നും ഉദ്ദേശിക്കാതെ അവിടെ പെട്ടുപോയതാണെങ്കിൽ ഫലാബേഴ്സ, അപ്പൊ അവിടെ എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് ഇതിന്റെ മസല. അടുത്തത് ഹൈന്ദവരുടെ കല്യാണത്തിന് പങ്കെടുക്കുക. കല്യാണം എന്നുള്ളത് അതെ 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 അതെ. അതായത് ഹൈന്ദവരുടെ നിക്കാഹിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഹൈന്ദവരുടെ നിക്കാഹ് അല്ലേ, അത് ഹൈന്ദവരുടെ നിക്കാഹിൽ പങ്കെടുക്കുക. ഈ ചോദ്യം വായിച്ചിട്ടേ ഹൈന്ദവരുടെ നമ്മള് ഈ ക്ലാസ് റൂം ഉണ്ടായതുകൊണ്ടേ നമ്മൾ സംസാരം മുറിയാൻ പറ്റില്ല. സംസാരം മുറിഞ്ഞാല് ഈ ക്ലാസ് റൂമിൽ കേൾക്കുന്ന ആളുകൾക്ക് വിഷമം തോന്നും. ഹൈന്ദവരുടെ ഓണാഘോഷ ദിനത്തിലും ക്രൈസ്തവരുടെ ക്രിസ്തുമസുകളിലും ഓണാശംസകളും ഹാപ്പി ക്രിസ്മസും നേരുന്നതിന്റെ വിധി പാടില്ല, ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ക്രിസ്മസ് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവർ ചെയ്യും പോലത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, തെറ്റാണ്, ഹറാമാണ് എന്നാണ്. പിന്നെ SKICR നിന്നുള്ളൊരു ചോദ്യം, സമസ്തകൾ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു ചോദ്യം, ക്വസ്റ്റ്യൻ: ആദ്യമേ കത്തിച്ചു വെച്ച ഒരു നിലവിളക്ക് ഉദ്ഘാടന സമയത്ത് അടുത്തു വെക്കാമോ? ആദ്യമേ കത്തിച്ചു വെച്ച ഒരു നിലവിളക്ക്, നമ്മുടെ പെരിയിൽ ആദ്യം തന്നെ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനത്തിന് വേണ്ടി അതിൽ കൊടുത്ത് വെക്കാൻ പറ്റുമോ? ഈ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ഘാടനം ചെയ്യാന്ന് പറയുന്നത് ഈ തീ അപ്പം കത്തിച്ചാന്നല്ല, ആ തീ കത്തിച്ചു വെച്ച തീ കൊണ്ടുവന്നുകൊണ്ടുള്ള ഉദ്ഘാടനമാണെങ്കിലും അത് തഫാവുൽ കബീഹാണ്, ചീത്ത തഫാവുലാണ് എന്ന നിലയ്ക്ക് അതിനെ ഒഴിവാക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഓണാഘോഷ ദിനത്തിൽ അവർ ക്ഷണിച്ചാൽ ഭക്ഷണ വിരുന്നിന് പോകുന്നതിൽ കുഴപ്പമുണ്ടോ? ഓണാഘോഷ ദിനത്തിൽ അവർ ക്ഷണിച്ചാൽ ഭക്ഷണ വിരുന്നിന് പോകാൻ പാടില്ല, പോകാൻ പാടില്ല. അതാ ഫതാവുൽ കുബ്രന്റെ ഇബാത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവരുടെ ഞാൻ വായിച്ചുതരാം. ഫതാവുൽ കുബ്രയുടെ ഇബാറത്തിന് ഇബ്നുൽ ഹാദിനെ തൊട്ടാണ് ഉദ്ധരിക്കുന്നതെങ്കിലും അത് മാലിക്കി മദ്ഹബ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനൊന്നും പറ്റൂല. അത് അംഗീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല പറയുന്നത് എന്താണ്? വളരെ വ്യക്തമായി പറയാണ്, കണ്ടോ? ശരിക്കും ശ്രദ്ധിക്കണേ, പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. എന്താണ്? ബൽ ഖാലിബുൽ ഹാദ്, ഫതാവൽ, അത് രണ്ടാമത്തെ പേജില് ഏറ്റവും താഴെയുള്ള പാരഗ്രാഫിൽ പറയാം. ബൽ ഖാലിബുൽ ഹാദ്, ഇബ്നുൽ ഹാദ് പറയാം, ലാ യഹിലുൽ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല അയ്യബി നസ്രാനിയൻ, ഒരു നസ്രാനിക്ക് വിൽപ്പന നടത്തൽ, ശൈഅൻ മിൻ മസ്ലഹത്തി ഈദിഹി, അവന്റെ അവന്റെ ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, അത് മാംസമാവട്ടെ, കൂട്ടാനാവട്ടെ, വസ്ത്രമാവട്ടെ, ഒന്നും വായ്പ കൊടുക്കാനും പാടില്ല, മൃഗമാണെങ്കിലും ശരി. ഇത് ഹുവ മുആവനത്തുൻ ലഹും അലാ കുഫ്രി, അത് കുഫ്റിന്റെ മേൽ അവരെ സഹായിക്കലാണ്. വഅലാ ഉലാത്തിൽ അംരി മൻഉൽ മുസ്ലിമീൻ, ഭരണാധികാരികൾ മുസ്ലിമീങ്ങൾ അതിനകത്ത് തടയേണ്ടതാണ്. ومنها اهتمامهم في النيروز بأكل الهريسة. مسلم البخاري في خميس العيدين 7 مرات زائمين أنه يدفع الكسر والمرض وصبغ البيض أصفر وأحمر وبيئه والأدوية في السبت الذي يسمونه سبت النور وهو في الحقيقة سبت الظلام. എന്നിങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അവരുടെ ആ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പോയിട്ട് കഴിക്കുക, അത് അവരെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കഴിക്കലാണെങ്കിലും അത് പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഫത്വയിൽ പറയുന്നത്. ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന ശരവണ പായവും ഉപയോഗിക്കാമോ?
അല്ലേ? ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന ശരവണ പായസം, ആ പായസം നമുക്ക് തിന്നാൻ പറ്റുമോ? അത് അവരുടെ കുഫറിനോട് താല്പര്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ കാഫിറാവും, അവരുടെ ആ ആഘോഷത്തിനോട് താല്പര്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഹറാമാവും. ഇതൊന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഫലാബൈസ. നല്ല വിശപ്പുണ്ട്, നല്ല പൂതിയുണ്ട്, അപ്പോൾ വാഴ്ത്തത് ഏതായാലും ചെങ്ങന്മാരത് നമുക്ക് ഓർക്ക് കൊടുക്കണ്ട, നമ്മൾ തിന്ന എന്ന് നിലക്കാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനൊന്നുണ്ട്. അതിൽ അംശമൊരു പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. അതിൽ ഗോമൂത്രം, നജസായ മൂത്രം അതിൽ ഉണ്ടാവാനിടയുണ്ട്. അപ്പൊ ഒരു ഭക്ഷണ വസ്തുവിന് മൂത്രം വേണം എന്ന അംശമൂലം പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിൽ ശരവണ വന്നു. അപ്പൊ നമുക്ക് അരവണ, അതിന് ശരവണാണ് ഇരിക്കുന്നത്, അരവണ വന്നു. ആ അരവണത്തിൽ ഇപ്പൊ ഗോത്മൂത്രം ഉണ്ടോന്ന് നമുക്ക് സംശയമാണ്. കാരണം അംശമൂലിയെ പോലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ധാരണ ഒരാൾ പറഞ്ഞു, പക്ഷെ നമ്മൾ ഉറപ്പാക്കിയിട്ടില്ല. അപ്പൊ അവനെ ഉറപ്പാക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ടുകാൻ നമുക്ക് സംശയം വന്നാൽ അതിന്റെ വിധി എന്താ? ഫിഖ്ഹിന്റെ നിയമപ്രകാരം ഹറാമില്ല. ഫിഖ്ഹി നിയമപ്രകാരം നജസുണ്ടോന്ന് സംശയമുള്ളതുകൊണ്ട് നജസാവില്ല. ചിലപ്പോൾ നജസുണ്ടാവും, പക്ഷെ എന്നാലും ഒഴിവാക്കാനല്ലേ. സൂക്ഷ്മതയുടെ ഭാഗം എടുക്കുക, തസൂഫിന്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ സൂക്ഷ്മതയുടെ ജീവിതം നയിക്കുന്ന ആളുകളെ ഒഴിവാക്കണം. അതേസമയത്ത് കർമ്മശാസ്ത്രത്തിന് ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ജീവിക്കുന്ന നമ്മളെ പോലത്തെ ആൾക്കാരാണെങ്കിൽ തിന്നോട്ടെ. ഇല്ല. അമുസ്ലിമീങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിൽ കഴിയുന്നതും അവരുമായിട്ട് ഭക്ഷണങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുന്നതും സഹകരിക്കുന്നതും അവരുടെ ഭക്ഷണം തിന്നതൊന്നും അതൊന്നും തെറ്റില്ല, ഒരു കറാത്തുമില്ല. മുസ്ലിം എന്ന നിലയ്ക്ക് കറാത്തില്ല. മറ്റു പിന്നെ വേറെ ചില കാര്യങ്ങൾ വരും, അതല്ല അങ്ങനത്തെ എല്ലാ മസ്ലിം കൂടി നമ്മൾ വൈക്കി കൂടി പറയണ്ട. ഇത് നമ്മൾ മാത്രമല്ല കേൾക്കുന്നത്. അപ്പോ പിന്നെ അടുത്ത ചോദ്യം, നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേദികളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാമോ? നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേദികളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മളെ മന്ത്രിമാർ പങ്കെടുക്കുന്നതോ എന്നായിരിക്കും ചോദ്യം. അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിമീങ്ങൾ നമ്മുടെ മതേതര രാജ്യം വന്നതിന് ശേഷം 1947 മുതൽ ഇസ്ലാമിന്റെ പ്രത്യക്ഷ നിയമത്തോട് യോജിക്കാത്ത പല കാര്യങ്ങളും ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് നമ്മുടെ നിലനിൽപ്പിനാവശ്യമായ ചില നീക്കുപോക്കുകൾ അനിവാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, MLA മാർ പോലുള്ളവർ അവിടെ പങ്കെടുത്തോട്ടെ, അതിലെതിർക്കണ്ട. അത് ചില വിഷയത്തിൽ ചെറിയ ഏറ്റവും ഭീകരമായ ഒരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മൗനം പുലർത്തേണ്ടി വരും എന്ന പൊതുനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ മൗനം പുലർത്തും. അവിടെ മതവിധി പറയാനൊന്നും പോകണ്ട കേട്ടോ. അല്ലാത്ത ആളുകൾ അവിടെ പോയിട്ട് കയറിയിട്ട് ചിരിച്ചിക്കരുത്, ആവശ്യമില്ലാത്ത ആൾക്കാരെ. പിന്നെ ആരാധനാ കേന്ദ്രമെന്ന ഈ നിലവിളക്ക് കത്തിക്കുന്നിടത്തേക്ക് അവരോടൊപ്പം പോകൽ ഇതിലില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആരാധനാ കേന്ദ്രമായ നിലവിളക്ക് കത്തിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകൽ കൊണ്ട് മാത്രമല്ല, അത് കത്തിക്കുകൂടി ചെയ്യും. അവരുടേതായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും അത് അവരോടൊപ്പം പോയിക്കൊണ്ട് ചെയ്യുകയും ചെയ്യാം. അവര് ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മൾ ചെയ്യുകയും അത് അവരോടൊപ്പം പോയിക്കൊണ്ട് ചെയ്യുകയും ചെയ്യാം. അതാണ് നേരത്തെ കുഫ്ര എന്ന് പറഞ്ഞത്. നമ്മളത് ചെയ്യാതെ നമ്മൾ അവിടെ പോയി നിൽക്കുന്നത് ഈ പറഞ്ഞ വിഷയത്തിൽ പെടൂല കേട്ടോ. പിന്നെ ഫിസ്ക്, തമ്മാടിത്തരം നടക്കുന്ന സ്ഥലത്ത്, കുഫർ നടക്കുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് നമ്മൾ പങ്കെടുക്കുന്നത് തെറ്റ്. അതേ സമയത്ത് പിന്നെ അമുസ്ലിമീങ്ങളുടെ നിക്കാഹ്, അതാണ് നമ്മൾ താലി കെട്ടുന്ന സ്ഥലത്ത് അമുസ്ലിമീങ്ങളുടെ ആ പ്രത്യേക അവരുടെ നിക്കാഹ് സഹീഹാണ്. ആ താലി കെട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഒന്നിങ്ങനെ മാറിക്കാവാണ്. ആ താലി കെട്ടുക എന്നുള്ളത് അവരുടെ പ്രത്യേക മതപരമായ ആചാരമാണ്. ആ ആചാരം നിർവഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ എല്ലാവരും മാറിക്കാം. അതേസമയത്ത് കല്യാണത്തിന് പോകുന്നതോ, കല്യാണം എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ഐഡന്റിറ്റി ആയ ഒരു മതാചാരമല്ല, അത് എല്ലാ മതവിഭാഗങ്ങളുടെ ആചാരമാണ് കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ കല്യാണത്തിന് പങ്കെടുക്കാൻ ചോറുന്ന ഉഷാറായിട്ട് നല്ല നമ്മളെ വൈകുന്ന പോത്തർച്ച കിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ നല്ല നാടൻ ചോറ് കിട്ടും. പിന്നെ അടുത്ത ചോദ്യം അരവണപ്പായസം ആരാധനയോടെ അല്ലാതെ കുടിക്കുന്നത് ഹറാമോ കുഫറോ? അരവണപ്പായസം ആരാധനയോടെ അല്ലാതെ കുഫറിനോട് താല്പര്യവുമില്ലാതെ കുടിക്കുന്നത് അത് കുഫറല്ല. പക്ഷെ അവരുടെ ആ ഒരു ശബരിമല സീസണിൽ ആ ശബരിമല എന്നുള്ള ആ വിഷയത്തിനോട് നല്ല
കുഫ്ർ എന്നുള്ള ചിന്ത, കുഫ്റിനോട് താല്പര്യമല്ല, പക്ഷെങ്കിലും മുസ്ലിമീങ്ങളുടെ ഒരു ആചാരം എന്ന നിലക്ക് അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. ഇത് രണ്ടും ഉദ്ദേശിക്കാതെയാണ് അരവണ കുടിച്ചതെങ്കിൽ ഫലാബേസ, എനിക്ക് കുഴപ്പമില്ല. അതിനാണ് നേരത്തെ ഷിയാബ് പറഞ്ഞത്, നല്ല പൈപ്പുണ്ട്, അപ്പോഴാണ് അരവണ നല്ല മധുരമുണ്ട്, ഇയാൾക്ക് ഷുഗറിന്റെ പ്രശ്നമില്ല, അത് വാരി കുടിച്ചെന്നെ. പിന്നെ വെന്ത വെളിച്ചെണ്ണക്ക് ഔഷധ ഗുണം നിലവിളക്ക് വേണ്ടി നിലവിളക്ക് മക്കാമിൽ കത്തിക്കാം. അത് ശറയ്യായ ഒരു വിഷയമല്ല. അതായത് ഈ അത് കാരണന്മാർ പറയുന്ന മസലയാണ്. അതായത് ഈ വെളിച്ചെണ്ണ കത്തിച്ചാൽ അതിൽ ഔഷധ ഗുണമുണ്ടോ? വൈദ്യന്മാർ പറയണം. രണ്ട് വൈദ്യന്മാരുണ്ടല്ലോ. ചൂടാക്കിയ എണ്ണയ്ക്ക് ഔഷധ ഗുണം കൂടും. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് മക്കാമുകളിൽ പഴയ കാലം മുതൽക്ക് തന്നെ. കാരണം ആ വെളിച്ചെണ്ണ നമ്മൾ ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ വെളിച്ചെണ്ണ ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൽ ഭൗതികമായ ഔഷധ ഗുണം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് തിരി കത്തിക്കുന്നത്. അപ്പോ അത് വളരെ ആരോഗ്യശാസ്ത്രപരമായി അംഗീകരിക്കപ്പെട്ട ആശയം കൂടിയാണ്. അത് ഞാൻ പറയാൻ വിട്ടതാണ്. പക്ഷെ അതൊരു ശറയ്യായ വിഷയമാണ്, അത് തുബ്ബിയായ വിഷയമാണ്. വൈദ്യശാസ്ത്രപരമായ നേട്ടങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും വൈദ്യശാസ്ത്രപരമോ ഭൗതികമോ അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം ആ വിളക്ക് കത്തിക്കുന്നതിന് അത് പകലാവട്ടെ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, പകലാവട്ടെ ആ വിളക്ക് കത്തിക്കുന്നതിലുണ്ടെങ്കിൽ അത് അനുവദനീയമാണെന്ന് മാത്രമല്ല, അങ്ങനെ അതിനുവേണ്ടി വിളക്ക് കത്തിക്കാൻ വേണ്ടി പണം ചെലവാക്കുക എന്നുള്ള കുർബത്തിൻ, അത് പുണ്യകർമ്മത്തിന്റെ ഒരു ഇനമാണ്. പിന്നെ അടുത്ത ചോദ്യം, അതെ, ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ചെങ്കണ്ണ് പോകുമെന്ന് പ്രസിദ്ധ പിന്നെ ഇല്ല പറയുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞ പിന്നെ ആ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള, അത്ര ഞാൻ പറയുന്നുള്ളൂ, ആ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള അംശമൂലി പറയുന്നു. ചൂടാക്കപ്പെട്ട വെളിച്ചെണ്ണ അത് വലിയൊരു സിദ്ധൌഷധമാണ്, ഔഷധമാണ് എന്ന് ആ രംഗത്ത് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള, അറിവുള്ള, പരിജ്ഞാനമുള്ള ആ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ആളുകൾ പറയുകയാണ്. നമ്മളത് വായിച്ച് മനസ്സിലാക്കാത്ത ആളുകളായതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ വിജ്ഞാനമില്ല. പക്ഷെ വിജ്ഞാനമുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ നിലക്ക് കൂടി മക്കാമുകളിൽ കത്തിക്കപ്പെടുന്ന വെളിച്ചെണ്ണക്ക് പുണ്യമുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം, ഭരണകൂടം അനിസ്ലാമികമായത് നിയമമാക്കിയാൽ തിരുവിളക്ക് വിവാഹ വയസ്സ് പോലത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അല്ലേ? ഭരണകൂടം അനിസ്ലാമികമായത് നിയമമാക്കിയാൽ അവിടെ നോക്കണം, വിവാഹ വയസ്സ് എന്നുള്ളത് അല്ലേ? വിവാഹ വയസ്സ് എന്നുള്ളത് എന്താണ്? അതൊരു മതസംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഒരാൾ 18 വയസ്സിലെ പെണ്ണ് കെട്ടാവൂ എന്നുള്ള ഒരു നിയമം പറയുന്നത് അത് മയസ്യത്ത് കൊണ്ടുള്ള കൽപ്പനയാണോ? മയസ്യത്ത് കൊണ്ടുള്ള കൽപ്പനയാണോ അല്ലേ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. 18 വയസ്സിലെ പെണ്ണിട്ട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 18 വയസ്സിലെ പെണ്ണെട്ടിച്ചു കൊടുക്കാൻ രക്ഷിതാക്കളൊക്കെ മയസ്യത്തയ്യുന്നത് കെട്ടിച്ചു കൊടുക്കാതിരിക്കൽ ഹറാമാണെന്നുണ്ടോ? കൊടുക്കണമെന്നുണ്ട്, പക്ഷെ കൊടുക്കാതിരിക്കൽ ഹറാമാണെന്നുണ്ടോ? അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും പറഞ്ഞതാണത്. പ്രായപൂർത്തി 15 വയസ്സായ ആണുങ്ങൾക്കും കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങളത് പെണ്ണിട്ടില്ലല്ലോ. ഹറാമ. അപ്പോ കെട്ടൽ സുദ്ധത്തായതുകൊണ്ട് കെട്ടായിരിക്കൽ ഹറാമാവില്ല. അതേസമയം അപ്പൊ ആ വിഷയത്തെ അതിനെ വിവാഹ വയസ്സിന് ഇതുമായി കൂട്ടിക്കെട്ടണ്ട. അതേസമയത്ത് തിരുവിളക്ക് എന്ന് പറഞ്ഞാൽ നിലവിളക്കേക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. ഈ ഉദ്ഘാടന വേദികളിൽ ഇങ്ങനെ വണക്കവും ഈ പ്രത്യേകമായ രൂപവും ഭാവമൊക്കെ സമർപ്പിച്ചുകൊണ്ടുള്ള ഈ ഗവൺമെന്റിന്റെ പരിപാടികളൊക്കെ നടത്തപ്പെടുന്ന ഈ ഉദ്ഘാടനം, ഇത് ഒരിക്കലും നമ്മുടെ ഗവൺമെന്റിന്റെ നിയമമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ നിയമമില്ല. ഉണ്ടോ? പക്ഷെ നിയമമില്ലെങ്കിൽ അലിഖിതമായൊരു നിയമം ഉണ്ടല്ലേ? ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഭരണഘടനയുടെ അലിഖിതമായൊരു നിയമമുണ്ട്. അപ്പൊ ആ നിയമം ഭരണകൂടത്തെ അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭരണകൂടം അടിച്ചേൽപ്പിച്ച ആ ഹറാമോ കുഫറോ നമ്മൾ ചെയ്യാൻ പാടില്ല. ഭരണകൂടം അടിച്ചേൽപ്പിച്ച ഹറാമോ കുഫറോ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ അവിടെ പങ്കെടുക്കുന്നതോ അത് ഹറാമിന്റെ കേന്ദ്രത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ചില നീക്കുപോക്കുകൾക്ക് വേണ്ടി അതും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ എന്താ പറയാ, വേറെന്തോന്ന് പറയാൻ വിചാരിച്ചു മറന്നേ. പിന്നെന്താ പറഞ്ഞത്? താലപ്പൊലി, വേലജാഥ എന്നിവ കാണലും അവയെ അനുഗമിക്കുന്നതിന്റെയും വിധി എന്താണ്? അതൊന്നും പോകാൻ പാടില്ല.
മുസ്ലിമീങ്ങളുടെ ആരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അത് കാണുക, അതിൽ ആനന്ദം കൊള്ളുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. UAE ക്ഷേത്രം പണിയാൻ അനുമതി നൽകിയതിന്റെ വിശദീകരണം അത് UAE തന്നെ ഇഷ്ടംപോലെ വലിയ വലിയ പണ്ഡിതന്മാർ അവരോട് ചോദിച്ചാൽ മതി. അവരതിനുള്ള വ്യക്തമായ മറുപടി പറയും. നമ്മളെ മലയാള നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയാ. അല്ലാതെ അമേരിക്കയിൽ എന്ത് നടക്കുന്നു, UAE എന്ത് നടക്കുന്നു എന്നുള്ളത് ഇവിടെ പറയില്ല. റാഫി ഇമാമും നേവി ഇമാമും ഒരു കാര്യത്തിൽ ഇഖ്തിലാഫായാൽ ആരെ മുന്തിക്കണം? നേവി ഇമാമിനെ മുന്തിക്കണം. റാഫി ഇമാം പറയുന്നു, അമുസ്ലിമീങ്ങൾക്ക് മാത്രം അമുസ്ലിമീകളെ ഐഡന്റിഫൈ ചെയ്യുന്ന, അമുസ്ലിമീകളെ വേർതിരിക്കുന്ന ചിഹ്നങ്ങളാകുന്ന വേഷവിധാനങ്ങൾ ഒരു മുസ്ലിം ധരിക്കൽ കൊണ്ട് അവൻ മുർത്തദ്ദായി പോകും എന്ന് റാഫി ഇമാം പറയുന്നു. അതുകൊണ്ട് മാത്രം മുർത്തദ്ദാവില്ല, കുഫ്റിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യമോ അതല്ലെങ്കിൽ അത് ധരിച്ചുകൊണ്ട് അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ പോയി അവരോടൊപ്പം പങ്കെടുക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ കാഫിറാവുകയുള്ളൂ എന്ന് നേവിമാമം പറയുമ്പോൾ ഏതാ മുന്തിക്കേണ്ടത്? റാഫിമാമും നേവിമാമും എതിരാകുമ്പോൾ നേവിമാമിനെയാണ് മുന്തിക്കേണ്ടത്. പിന്നെ അടുത്ത ചോദ്യം, നീർച്ച വിളക്ക് നീർച്ച വസിയത്ത് വഖഫ് പോലത്തത് കൊണ്ട് മക്ബറകളിൽ ഒരു ഇന്തിഫാവും ഇല്ലതാനും. എന്നാൽ എന്തു ചെയ്യണം? അതായത് മക്ബറകളിൽ പറഞ്ഞ ഒരു ഇന്തിഫാവും ഇല്ല. ഏതൊക്കെ ഇന്തിഫാ ആണ് പറഞ്ഞത്? ഒന്നിരിക്കൽ ആ മഹാന്റെ ഖബറിൽ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വെളിച്ചമുണ്ടാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ ആ മഹാന്റെ ഖബർ ഒരു മഹാന്റെ ഖബറാണെന്ന് വിളംബരപ്പെടുത്തുക, അങ്ങനെ ആളുകളുടെ തഅമീമിനും തബറുക്കിനും അതൊരു സബബായി മാറുക, അതല്ലെങ്കിൽ നേരത്തെ അതിലുള്ള ഔഷധങ്ങളും പറഞ്ഞതുപോലെ അവിടെ കത്തിച്ച അത് ഏതായാലും ബർക്കത്തിന് വേണ്ടി വെളിച്ചം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഔഷധഗുണം ഉണ്ടാക്കാൻ വേണ്ടി കത്തിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ലക്ഷ്യം ഒന്നുമില്ലെങ്കിൽ അത് ഇസ്രാഫാണ്, അനാവശ്യമായി മുതലിനെ ചെലവാക്കലാണ്. അനാവശ്യമായി മുതൽ ചെലവാക്കൽ ഹറാമാണ്. അതതിന്റെ വിധി. അൽ മുവാഫഖത്ത് ഫിൽ അഅ്യാദ്, ഓണമത്സരം, ഓണക്കിറ്റ്, ഓണമത്സരം, ഓണലീവ്, ഓണസന്ധ്യ എന്നിവ. ഓണലീവ് നമ്മൾ ഓണത്തിന് ലീവ് കൊടുക്കാൻ പാടില്ല. ഓണമത്സരം ഒക്കെ നമ്മൾ പറഞ്ഞു. ഓണമത്സരം, ഓണക്കിറ്റ്. ഓണം ദേശീയ ഉത്സവമാണോ ഓണം മത ഉത്സവമാണോ എന്നാ? അത് പിന്നെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിപ്പോ നമ്മൾ ഉസ്താമാരൊക്കെ പറയുന്നത് ഓണം മത അതെ, ഒരു മതത്തിന്റെ ആഘോഷം ദേശീയമാക്കിയതാണ്. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ക്ഷേത്രങ്ങളൊക്കെ ദേശീയവൽക്കരിച്ചു, നാഷണലൈസ് ചെയ്തു. എല്ലാ അമ്പലങ്ങളും നാഷണലൈസ് ചെയ്തു. എന്നാൽ നമ്മൾ അമ്പലത്തിൽ പോകാൻ പറ്റുമോ? അപ്പൊ മതത്തിന്റെ അപ്പൊ ഓണമത്സരം, ഓണക്കിറ്റ്, ഓണ ലീവ്, സദ്യ എന്നിവയുടെ വിധി അതൊന്നും നമുക്ക് പറ്റൂല. ഓണത്തിനായിട്ട് ലീവ് എടുക്കുക. മദ്രസകൾക്ക് ഓണത്തിന് ലീവ് എടുക്കലുണ്ടോ? ഇല്ല. നമ്മളെ ദർശന സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാല്, ഓണത്തിന് എത്ര ദിവസം ലീവ് ഞാൻ തന്നെ ചോദിച്ചിരുന്നു. 10 ദിവസം ലീവ് ഉണ്ടാവും പറഞ്ഞു. എന്നാ ഇൻഷാ അല്ലാഹ് നമുക്ക് റംസാനത്തെ ദിവസം ഓതിട്ട് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഉഷാറാക്കുക, അങ്ങനെ ഉഷാറാക്കാൻ വേണ്ടത്. അപ്പോ അങ്ങനെ ചെയ്യാണ് വേണ്ടത്. അടുത്ത ചോദ്യം എന്താണ്? അമ്പലം പണിയാനും നമ്മുടെ മക്കാമുകളിൽ പലരും അമ്പലം പണിയാനും അതിന്റെ ആവശ്യങ്ങൾക്കും കാശും സ്ഥലവും നൽകുന്നു. ഇത് കുഫ്റിനെ സഹായിക്കലാണ്. ഖുർആൻ നസ്റിനെതിരാണത്. ഹറാമായ കാര്യങ്ങൾക്ക് സഹായിക്കാൻ പാടില്ല, അതും ഹറാമാണ്. അപ്പൊ ക്ഷേത്രം പണിയാൻ സഹായിക്കാൻ പാടില്ല. അപ്പൊ അവർ സംശയം വരും. എന്താണ് സംശയം? നമ്മുടെ അങ്ങാടിപ്പുറത്ത് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്രത്തിന് ഗോപുരവാതിൽ കത്തിച്ച ആളുകൾ ആരാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്, വേറെ കാര്യം. അവിടെ വലിയ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും പെട്ടെന്ന് രൂപപ്പെടുകയാണ്. ആ സമയത്ത് കേരള മുസ്ലിമിയുടെ ആത്മീയ നായകൻ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ കത്തിജ്വലിക്കുന്ന മുഖത്തിന്റെ സാന്നിധ്യം കൊണ്ടൊന്നുകൊണ്ട് മാത്രം രാജ്യത്ത് കലാപമില്ലാതെയായി.
അപ്പൊ രാജ്യത്തെ കലാപങ്ങളിൽ നിന്ന് മുസ്ലിമുകളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ആവശ്യത്തിന് വേണ്ടി അതിന് പറ്റുന്ന നേതാക്കന്മാർ പോലുള്ള ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ഖിയാസാക്കപ്പെടാൻ പറ്റില്ല. അത് തികച്ചും സാന്ദർഭികമായ അനിവാര്യത മാത്രമാണ്. അത് എല്ലാ ആളുകൾക്കും ബാധകമല്ല, എല്ലാ സാഹചര്യത്തിലും അത് ബാധകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആകെയും അല്ലോ രണ്ടേ അമുസ്ലിമീങ്ങൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ വിധി എന്ത്? ആവശ്യത്തിന് കൂടാതെ അമുസ്ലിമീങ്ങളെ പള്ളി കയറ്റാൻ പാടില്ലാണ്. പിന്നെ ആശാരിപ്പണി പോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ മുസ്ലിമീങ്ങളെ പള്ളിയിൽ കയറ്റാൻ പാടില്ല. ചില ആളുകൾ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ വലിയ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടേ പിന്നെ മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ സൗകര്യം കൊടുത്തില്ലേ, അത് ആ വിധിയൊന്നും നിലനിൽപ്പുള്ള വിധിയല്ല. ആ വിധി നിലനിൽപ്പുള്ള വിധിയല്ല അല്ലേ? അപ്പൊ മുസ്ലിമീങ്ങൾക്ക് നമ്മളെ പള്ളിയൊക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാൻ വേണ്ടി പള്ളിനെ ചെരുവിട്ട് കൊടുക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞെന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിന്റേതാണ്, അവിടെ വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നല്ലേ? അപ്പൊ പാടില്ല, തെറ്റാണ്. മതേതരത്വം നമുക്ക് കുറച്ച് കൂടിപ്പോകുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടി പറ്റും. അതെ, അപ്പൊ അവരെ ഉള്ളിൽ കയറ്റാം. ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ എന്ത് ചെയ്യും? ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയപ്പോ എങ്ങനെയൊക്കെയാ നടപ്പിലാക്കുക? എല്ലാവർക്കും ഒരു സിവിൽ കോഡ്. അപ്പൊ എങ്ങനെയായിരിക്കും അത്? നമ്മള് അത് ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് അത് നടപ്പിലാക്കാൻ അനുവദിക്കാൻ പാടില്ല. നടപ്പിലാക്കിയാൽ തന്നെ പിന്നെ ഭരണകൂടം അടിച്ചേൽപ്പിച്ച് നമുക്ക് നിർവാഹമില്ലാത്ത ചൈനയിലൊക്കെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന മാതിരിയൊക്കെ ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് വരുത്താതിരിക്കട്ടെ എന്ന് ദ്വാരക്ക. നമ്മൾ അതിന്റെ വിധി ഇങ്ങനെ പറഞ്ഞാണ് മൂല്യമാരി ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ ദ്വാരക്ക വേണ്ട. കുറച്ചോനെ അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരാതിരിക്കും കേട്ടോ. അല്ലാതെ അതിന്റെ വിധി ആരൊക്കെ. പിന്നെ അമുസ്ലിങ്ങൾ പള്ളിയിൽ പ്രവേശിക്കാൻ പറഞ്ഞു. പൊന്നാനിയിൽ നിലവിളക്ക് കത്തിക്കുന്നത് എന്തിന്? ഇപ്പോൾ വെളിച്ചത്തിന് മറ്റാവശ്യങ്ങൾ ഉണ്ടായിട്ടും. അത് കാര്യം ചോദ്യം. നിലവിളക്കേറെ നിലത്ത് വെക്കുന്ന വിളക്ക്. പൊന്നാനിയിൽ തൂക്കുവിളക്കല്ലേ യഥാർത്ഥത്തിൽ അല്ലെ? പൊന്നാനിയിൽ ഇങ്ങനെ ചങ്ങലം ഇങ്ങനെ തൂക്കി വെച്ചിക്കല്ലേ, ഇതിനെങ്ങനെയാണ് നിലവിളക്കാവുന്നത്? പിന്നെ ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ നിലവിളക്കാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അവിടെ എന്തിനാണ് നിലവിളക്ക്? അത് ചരിത്രപരമായ ഒരു വലിയ മുസ്ലിമീങ്ങൾ, ഈ കേരളത്തിന്റെ മുസ്ലിമീങ്ങളുടെ സാംസ്കാരികമായ നയരൂപീകരണം, അതിന്റെ പ്രായോഗികമായ നടപ്പിൽ വരുത്തൽ, അത് യഥാർത്ഥത്തിൽ അതിന്റെയൊക്കെ ശില്പികൾ മഹാന്മാരായ മഖ്ദൂമികളാണ്. ആ മഖ്ദൂമിങ്ങൾ അന്ന് സ്ഥാപിച്ച വിളക്കിൽ പഠിച്ച് ഓതിപ്പടിച്ച് ആലിമീങ്ങളായി വളർന്നു വന്ന പ്രബോധകരാണ് കേരളത്തിന്റെ ഈ ഇസ്ലാമിക സ്വത്വത്തെ സ്ഥാപിച്ചത്, നിലനിർത്തിയത്. അപ്പൊ ആ ഒരു ചരിത്രപരമായ ബോധം, ഒരറിവ് നിലനിർത്താൻ വേണ്ടി വിളക്ക് കത്തിക്കുക. അപ്പൊ അവിടെ ചരിത്രപരമായ ഒരു നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളതൊക്കെ വിസ്മരിക്കും. ചരിത്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളിവിടെ സ്മാരകങ്ങൾ പഠിക്കലില്ലേ? EMS മരിച്ചപ്പോ എന്തിനാ കോടിക്കണക്കിന് രൂപയുടെ പ്രതിമ ഉണ്ടാക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ വലിയ വലിയ ആളുകൾ മരിക്കുമ്പോൾ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ആലി മുസ്ലിയാർ, നമ്മളെ ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ പേരിൽ നെല്ലിക്കുത്ത് വലിയ സ്മാരകമുണ്ട്. ആ ഒരു ഉപകാരത്തിനും പറ്റില്ല. പക്ഷെ എന്താ, അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുക എന്നുള്ളതാണ് അവിടെ. അപ്പൊ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി പണം ചെലവാക്കുക, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അത് ഒരു തഫാവുലല്ലത്. തീ ഇങ്ങനെ കത്തിച്ചിട്ട് ഇതിലൊരു ശുഭം വരാനുണ്ട് എന്ന് ചിന്തിക്കലല്ല. അപ്പോ ശുഭലക്ഷണത്തിന് വേണ്ടി തീ കത്തിക്കലല്ല, അത് ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള സ്ഥവരവർ ചിരിച്ചിട്ടുണ്ട്. അന്തുള്ള ആൾക്കാർ മുന്നിലുണ്ടാവുമ്പോഴേ ചില വിഷയങ്ങളൊക്കെ അവർ ചിരി വരും. പറഞ്ഞ ശരിയല്ലേ? ആ അടിസ്ഥാനത്തിലാണ് അവർ വിളക്ക് കത്തിക്കുന്നത്. അതിന് കുഴപ്പമില്ല. പിന്നെ അടുത്തതെന്താണ്? ഇനി ഒറ്റ ചോദ്യം കൂടി. നമ്മളെ ചോദ്യങ്ങൾ നിർത്തുകയാണ്. ഓൺലൈനിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക. 2:30 മണിയായി, ഭക്ഷണത്തിന് സമയമായി. ഒറ്റ ചോദ്യം.
കത്തിച്ച ഒന്നും കൂടി സ്മരണ ഒന്നുകൂടി ഉഷാറാവും. അതെ അതെ, കത്തിച്ചതിന്റെ സ്മരണയാണ്, അത് കത്തിക്കന്നെ വേണം. കത്തിച്ചതിന്റെ സ്മരണക്ക് കത്തിക്കന്നെ വേണം അല്ലേ? കത്തിച്ചതിന്റെ സ്മരണക്ക് കത്തിക്കന്നെ വേണം. പിന്നെ ദേശീയ ഉത്സവത്തിന് മുസ്ലിങ്ങൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നു, റബീഉൽ അവ്വലിൽ അവർ ഇങ്ങോട്ട് തരുന്നു. എന്താ പറഞ്ഞത്? ദേശീയ ഉത്സവത്തിന് മുസ്ലിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു കാശ്, റബീഉൽ അവ്വലിൽ അവർ ഇങ്ങോട്ട് തരുന്നു. ആര്? ഓണം ദേശീയ ഉത്സവം അല്ല എന്നല്ല പറഞ്ഞത്. ഓണത്തെക്കുറിച്ച് രണ്ട് വാദങ്ങളാണ് നമ്മുടെ നിലനിൽക്കുന്നത്. ഓണം എന്ന് പറയുന്നത് ഒരു കാർഷിക ദേശീയ ഉത്സവമാണ് എന്നൊരു വാദം. ആ വാദം ഒന്നുകൂടി മുബാരകത്ത് വരുത്തിയിട്ട് ഒന്നുകൂടി അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഒന്നുകൂടി അതിനെ അങ്ങോട്ട് ശക്തിപ്പെടുത്തിയിട്ട് പറഞ്ഞത് ഇസ്ലാമിക ആഘോഷമാണ് വരെ ചില ആൾക്കാർക്ക് പറയാൻ തുടങ്ങി. അതായത് ചെയർമാൻ പെരുമാൾ മക്കത്ത് പോയിട്ട് വന്നതിന്റെ ആഘോഷമാണ് പറഞ്ഞു അവിടേക്ക് എത്തിക്കുന്നത്. പക്ഷെ വസ്തുത അങ്ങനെയല്ല എന്നാണ് ചരിത്രം പറയുന്നത്. കഴിഞ്ഞ വർഷം ഈ വിഷയം വിവാദത്തിലുണ്ടായപ്പോൾ മാതൃഭൂമിയുടെ ഒക്കെ ചില ലേഖനങ്ങൾ വായിച്ച് ഓർമ്മിക്കുകയാണ്. അതിൽ പറയുന്നത് ഓണം ശരിക്ക് ഹൈന്ദവ ഐതിഹ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. അത് ഈ വാമനൻ, അതുപോലെ തന്നെ രണ്ടു തരം ആൾക്കാരുണ്ടല്ലോ, രണ്ടു തരം ആൾക്കാർ. ഒന്ന് അസുരന്മാരും പിന്നെന്താണ് അസുരന്മാരുണ്ട്, ദേവേന്ദ്രന്മാരുണ്ട്. ഈ ദേവേന്ദ്ര അസുര ലോകവുമായി ബന്ധപ്പെടുത്തിയ ഒരു ആഘോഷമാണ് എന്നാണ് യഥാർത്ഥം. പിന്നെ അടുത്തത് വളരെ ചുരുക്കി പറയാണ്, വിളക്കിനെ കുറിച്ച് നിരോധനം. അൽ ഹയ്യത്തുൽ ഇജ്തിമാഇയ്യ എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. ഇജ്തിമാ ഇല്ലെങ്കിൽ പറ്റുമെന്നാണോ? ഇജ്തിമാ ഇല്ലെങ്കിൽ പറ്റും തന്നെയാണ്. ഇജ്തിമാ ഇല്ല എങ്കിൽ നിലവിളക്ക് കുറച്ച് അങ്ങനെ ഇഷ്ടംപോലെ നമ്മളെ വീടുകളിൽ പഴയ കാലത്ത് കുറച്ചിരുന്നു, മക്കാമുകൾ ഇപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റും. പക്ഷെ അത് അങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്തുകൂടെയാണ്. അത് തീയുകൊണ്ടുള്ള ഉദ്ഘാടനത്തിൽ തഫാവുൽ കബീഹാണ്, അതുകൊണ്ട് ഒഴിവാക്കണം. അതാണ് അവരുടെ അർത്ഥം. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലത്ത് നമ്മൾ ഉലമാക്കൾ ആരും തീ കൊളുത്തിക്കാനുള്ള ഉദ്ഘാടനം ആരും ഉദ്ഘാടനം ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇനി ചോദ്യമില്ലല്ലോ. ഒറ്റ ചോദ്യം കൂടി. അതായത് തഅ്ലീമിലുള്ള സുജൂദിനെ കുറിച്ച് പറഞ്ഞുവല്ലോ, അത് ഏത് സുജൂദാണ്? ആദം നബി അലൈഹിക്ക് മലക്കുകൾ ചെയ്തതാണോ? ആദം നബി അലൈഹി ഇസ്ലാമിന് മലക്കുകൾ ചെയ്തത് പിന്നെ എന്ത് സുജൂദാണ്? ഇൻഹിന ആണോ, ഇങ്ങനെ കുനിയലാണ്, അങ്ങനെ തലങ്ങനെ കുനിഞ്ഞു നിന്നു എന്നാണ് ഒരഭിപ്രായം. അല്ല, സാക്ഷാൽ സുജൂദ് തന്നെ ചെയ്തു. കാരണം മലക്കുകൾക്ക് ആ സുജൂദ് അനുവദനീയമാണ് എന്നാണ്. മലക്കുകൾക്ക് എന്നല്ല, ആദം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഈസാ നബി അലൈഹി ഇസ്ലാം വരേക്കുമുള്ള മുഴുവൻ ഉമ്മത്തിങ്ങൾക്കും സാക്ഷാൽ സുജൂദ് തഅ്ലീം എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അനുവദനീയമാണ് എന്നാണ് തഫ്സീറിൽ നിന്ന് നല്ലൊരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത്. ഇബ്നു കസീറൊക്കെ അതാണ് പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയത്ത് ഇത് ആരാധന അല്ലാഹുവിനെ ബഹുമാനിക്കും പോലെ എന്ന ഉദ്ദേശമാണെങ്കിലോ ഹറാമാണ്, കുഫറാണ്, എന്ന് സംശയവുമില്ല. ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനത്തിന് വേണ്ടി മഹാന്മാരായ ആളുകളെയോ ഉസ്താദുമാരെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദിൽ കിടക്കുക എന്നുള്ളത് ഹറാമാണ്, കുഫറല്ല. അത് ദീനിനെ അപമാനിക്കലല്ല എന്ന് സാഹചര്യം തെളിയിക്കുന്നുണ്ടെങ്കിൽ, ദീനിനെ അപമാനിക്കലല്ല എന്ന് സാഹചര്യ തെളിവില്ലെങ്കിൽ അത് കുഫറാണ്, ഫത്തുൽ മീൻ പറഞ്ഞ പോലെ. ഇനി സൂര്യൻ, കുരിശ്, ബിംബം പോലെയൊക്കെയാണ് സുജൂദിൽ കിടക്കുന്നതെങ്കിൽ അത് ദുനിയാവിലും ആഖിറത്തിലും അയാൾ കാഫിറാണ്. അവിടെ പിന്നെ ഉദ്ദേശത്തിലേക്ക് നോട്ടമില്ല. ഇതാണ് മഹാനായ ഇബ്നു അൽ ഹൈതമി തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇമാം നവവിയുടെയും തരീഖ്. അതേസമയത്ത് മനസ്സിൽ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുമ്പോൾ മനസ്സിൽ അള്ളാഹ്ക്ക് താഴ്മ ചെയ്യും പോലെ ഉദ്ദേശമില്ലെങ്കിൽ ദുനിയാവിലെ കാഫിറാകുള്ളൂ, പരലോകത്ത് കാഫിറാകൂല എന്നതാണ് ഉസൂലികളെ പോക്ക്. ആ അഭിപ്രായമാണ് ശറഹുൽ മവാഖിഫിലും ശറഹുൽ മഖാസിദിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതാണ് സയ്യിദ് ഷരീഫിന്റെയും സഅദുദ്ദീൻ തഫ്താസാനിയുടെ ഒക്കെ അഭിപ്രായം. പക്ഷെ അതിനെ ഇബ്നു ഹജർ അംഗീകരിച്ചിട്ടില്ല, ഇമാം നവവിയും അംഗീകരിച്ചിട്ടില്ല. അല്ലെ, മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. തന്നെ അപ്പോ ഇൻഷാ അല്ലാഹ് 2:30 മണിയായി. പിന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പിന്നെ നന്ദി പറയാനും, അതുപോലെ തന്നെ നമ്മുടെ ഇതിനുവേണ്ടി സഹായങ്ങൾ ചെയ്ത ഭക്ഷണം തന്ന മഹല്ല് ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ആയിരക്കണക്കായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമസ്തകൾ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രതിനിധികൾക്ക് വേണ്ടിയൊക്കെ നന്ദി പറയണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതിനുവേണ്ടി പിന്നെ ആരാണ് ബഹുമാനപ്പെട്ട റാഫിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജവാഹിർ സുന്ന റിസർച്ച് കൗൺസിലിന്റെ കീഴിൽ
മാരത്തുമംഗലം മഹല്ല് കമ്മിറ്റിയുടെ സഹായ സഹകരണത്തോടുകൂടെ നിലവിളക്കിന്റെ കർമ്മശാസ്ത്രമെന്ന വിഷയത്തിൽ നടന്ന ചർച്ച ഇതോടുകൂടെ ഇവിടെ സമാപിക്കുകയാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയതായ ഒരു പറ്റം പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഈ ക്ലാസ് ഓൺലൈനിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരുപാട് സത്യാന്വേഷികൾക്കും അതിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും ഇവിടെ ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും പിരിയലും സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിരിക്കുകയാണ്. ഭക്ഷണം നൽകിയതായ നമ്മുടെ സഫറുള്ള തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗീയ ഭക്ഷണവും പാനീയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അവരുടെ കുടുംബത്തെയും എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ഖദറുകളിൽ നിന്നും ഷർറായ ഖദറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ മഹത്തായ സംരംഭത്തിന് നന്ദി ഓതുക എന്നുള്ളതാണ് ഇനി അവസാനമായി ബാക്കിയുള്ളത്. ആദ്യമായി കൊണ്ട് തന്നെ നമ്മുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടും ഉദ്ധൃത വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടും അനുബന്ധ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടും നമുക്ക് വളരെ പണ്ഡിതോചിതമായ ക്ലാസ് എടുത്തുവെന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സംശയങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത ഈ മഹല്ലിന്റെ അനുശേദ്യനായ മുതവല്ലി ഷറഫുദ്ദീൻ ഹാജി അവർക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മഹല്ലിന്റെ സെക്രട്ടറി, ഈ മഹല്ലിന്റെ ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ഇവിടെ സംബന്ധിച്ച ഈ ക്ലാസ് ശ്രമിക്കാൻ വന്ന ഒരുപാട് പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ഈ സന്ദേശം, ഈ ക്ലാസ് എത്തിച്ചതായ നമ്മുടെ ആഷിഖ് സ്വാലിഹ്, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ അനുമതിയോടുകൂടെ 3 സലാത്തോടുകൂടെ ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.